ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله. ഏറെ ബഹുമാനമുള്ള ഈ സ്റ്റേജിലെ മഹത് വ്യക്തിത്വങ്ങളെ, സുഹൃത്തും പണ്ഡിതനുമായ, ദീർഘനേരം നിങ്ങളോട് പ്രമാണങ്ങളിലൂടെ ഏകദൈവ വിശ്വാസത്തിൻ്റെ കാതൽ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ച ബഹുമാന്യനായ മൂസ സലാഹി കാര, ഈ സദസ്സിനെ ധന്യമാക്കുന്ന കുറ്റിക്കാട്ടൂരിലെ ഏറ്റവും സ്നേഹമുള്ള ജ്യേഷ്ഠാനികന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ക്ലിപ്തമായ ഒരു സമയം നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ മൈക്രോഫോണിനും ഉച്ചഭാഷണിക്കുമൊക്കെ നല്ല കുഴപ്പമില്ലാത്ത സൗണ്ടും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ അല്പം പ്രയാസത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ശബ്ദത്തിന് ചെറിയൊരു ഇടർച്ചയും തൊണ്ടവേദനയുമൊക്കെ ഉള്ളതുകൊണ്ട് സർവശക്തനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടുകൂടി ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ മൂസ സലാഹിക്കാര വിശ്വാസത്തിലൂന്നിയ ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയും വിശ്വാസത്തിൽ നിന്ന് തെറ്റി അബദ്ധ സഞ്ചാരം നടത്തുന്ന ചില വാക്കുകളെ നിങ്ങളെ കേൾപ്പിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ തുടർച്ച എന്നോണം ചില കാര്യങ്ങൾ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ പറയും. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ തൗഹീദി പ്രസ്ഥാനം ആദർശ പ്രബോധന രംഗത്ത് സജീവമായി സക്രിയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന ഘടകമാകുന്ന യൂത്ത് വിങ്ങാണ് വിസ്ഡം യൂത്ത്. അവരാണ് തസ്വിയ എന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 10-11 തീയതിയിൽ മലപ്പുറത്ത് ഇൻഷാ അല്ലാഹ് 10,000 സാക്ഷി നിർത്തി യുവാക്കളെയും യുവതികളെയും പ്രത്യേകം ക്ഷണിച്ച് അവരെ ഒരു പ്രത്യേക മൈതാനത്തിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് മുമ്പിൽ ഓർമ്മിപ്പിക്കേണ്ടതും അറിയിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ ചില കാര്യങ്ങളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ശക്തമായിട്ടുണ്ട് എന്ന ധാരണ കൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിങ് ഇങ്ങനെ ഒരു സമ്മേളനം പ്രഖ്യാപിച്ച് ഓരോ ജില്ലയിലും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇങ്ങനെ കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തെ തെരഞ്ഞെടുത്ത് വാഹനങ്ങളുടെ ശബ്ദകോലാഹലങ്ങളൊക്കെ ഏറെ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഈ റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ആളുകളൊക്കെ ഈ ശബ്ദത്തെ പറ്റാവുന്ന വിധത്തിൽ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘം വിസ്ഡം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ആശ്വാസം നൽകേണ്ട കോടതികളിൽ നിന്ന് പോലും
സദാചാര മര്യാദകളെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഇവിടെ കേൾക്കാൻ പറ്റുന്ന വാക്ക് ആശ്ചര്യപ്പെടുത്തുന്നതും അത്ഭുതകരമായതുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമെന്ന നിലക്ക് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നവരിൽ സംഭവിക്കുന്ന തെറ്റുകളൊക്കെ നമുക്ക് പറയാൻ അധികാരവും അവകാശവുമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. കേരളത്തെ ഭരിക്കുന്നത് ഇപ്പോൾ ഇടതുപക്ഷമാണ്. മുമ്പും ഇടതുപക്ഷമാണ്, പിന്നെ മുമ്പ് വലതുപക്ഷമായിരുന്നു. ഇനിയും മാറി മാറി ഇവിടുത്തെ ഗവൺമെന്റുകൾ വന്നേക്കാം. രണ്ടു കൂട്ടർ ഭരിക്കുമ്പോഴും നമ്മൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കുന്ന നമുക്കൊക്കെ അവകാശപ്പെട്ടതാണ്. ആ നിലക്ക് ഇപ്പോൾ രാജ്യത്ത് നിന്ന് കേൾക്കുന്ന ഒരു പുതിയ വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? വേശ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതാണ്. ശരി, കോടതിയിൽ നിന്ന് കേൾക്കുന്ന വാചകങ്ങൾ എങ്ങനെയാണ് എന്ന് അതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്കറിയില്ല. ചാനലുകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റി. അതായത് കോടതി പറയുന്നു, ഇന്ത്യ രാജ്യത്ത് വേശ്യാലയം നടത്തുക എന്നത് നിയമവിരുദ്ധമാണ്. പക്ഷേ എവിടെയെങ്കിലും വേശ്യാലയം നടക്കുന്നുവെങ്കിൽ ആ നടക്കുന്ന വേശ്യാലയത്തിൽ നിയമപാലകരോ അതുമായി ബന്ധപ്പെട്ടവരോ റെയ്ഡ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അവർ സമ്മതപ്രകാരമാണോ ഈ പണി, ഈ ഏർപ്പാട് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കണം. രണ്ടു കൂട്ടർക്കും സമ്മതത്തോടു കൂടിയാണെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കുവാനോ അവരുടെ പേരിൽ കേസ് ഫയൽ ചെയ്യാനോ അവരുടെ ഫോട്ടോ മാധ്യമങ്ങൾക്ക് കൊടുക്കാനോ അവരോട് മോശമായി പെരുമാറാനോ പാടില്ല എന്ന് ഓരോ സ്റ്റേറ്റിന്റെ മേധാവികൾക്കും ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത കോടതി അറിയിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് ഞാനും നിങ്ങളും കേൾക്കുന്നത്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഒരാണിനും പെണ്ണിനും തമ്മിൽ ശാരീരികമായി ലൈംഗികമായ ആസ്വാദനങ്ങളിൽ ഏർപ്പെടാം. എന്നിട്ട് ഇതുകൂടി ചേർത്ത് പറയുന്നു, ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്, ചുമട്ടുതൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്തമായ തൊഴിലാളികളുള്ള നാടാണ് നമ്മുടെ നാട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവർ ലൈംഗികമായ തൊഴിലാളികളാണ്. അതും ഒരു തൊഴിലായി അംഗീകരിച്ചു കൊടുക്കുക എന്ന ഏറ്റവും വൃത്തികേടുകൾക്ക് നിയമസാധുത നൽകി കൊടുക്കുക എന്ന മോശപ്പെട്ട പ്രവൃത്തികൾക്ക് നിയമസാധുതകൾ ഒരുക്കി കൊടുക്കുക എന്നത് രാജ്യത്തിന്റെ കോടതി നിർവഹിക്കേണ്ട കാര്യമല്ല എന്ന് ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന, ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി നിലനിന്ന ഈ രാജ്യത്തിന്റെ കോടതിയിൽ നിന്നും ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളിൽ നിന്നും കേൾക്കേണ്ട വാക്കുകളല്ല എന്ന് സാന്ദർഭികമായി ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന നിലക്ക് ലോകത്തിന്റെ മുമ്പിൽ മൊറാലിറ്റി അത് കാത്തു സൂക്ഷിക്കണേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തി ഈ നാട്ടിലെ ഇത് കേൾക്കുന്നവർക്കിടയിലേക്ക് ഇതിന്റെ ചിന്തകളും ആലോചനകളും ആത്മപരിശോധനകളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നതിനെ കുറിച്ചുള്ള ചിന്തയുമൊക്കെ ഉണ്ടാകണമെന്ന നിലക്കാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിലേക്ക് LGBTQ എന്ന് പറയുന്ന, നിങ്ങളൊക്കെ കേട്ടുമടുത്ത സംഭവങ്ങളാവാം. കുറ്റിക്കാട്ടൂരിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് കേട്ടിട്ടില്ലെങ്കിൽ അയാൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ എന്ന, G എന്ന് പറഞ്ഞാൽ ഗേ എന്ന ചിന്തയാണ്, B എന്ന് പറഞ്ഞാൽ ബൈസെക്സ്വൽ എന്നാണ്, T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നാണ്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ പെണ്ണും തമ്മിലുള്ള ശാരീരികമായി ആസ്വദിച്ച് ജീവിക്കുക എന്നതിന് പെർമിഷൻ കൊടുക്കണം, അനുവാദം നൽകണം, പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരണം. പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ, ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ,
കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവരൊക്കെ പഠിച്ചു മനസ്സിലാക്കണമെന്ന് ആണും ആണും തമ്മിൽ ശാരീരികമായി ചില കേളികൾ നടത്തുന്നത് തെറ്റല്ല. പെണ്ണും പെണ്ണും തമ്മിൽ ശാരീരികമായ ആസ്വാദനങ്ങൾ നടത്തുന്നത് തെറ്റല്ല. സ്വവർഗ അനുഭൂതിയും സ്വവർഗരതിയും നടത്തിക്കൊണ്ട് ചില അനുരാഗങ്ങളും അനുഭൂതികളും ഉണ്ടാക്കിയെടുക്കുക എന്നത് അതൊന്നും പ്രശ്നമല്ല എന്ന് പാശ്ചാത്യ ലോകം അവർ പരീക്ഷിച്ചു നോക്കി. ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്ന് കണ്ടുകൊണ്ട് ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുമ്പോ ജനാധിപത്യം എന്നവകാശപ്പെടുന്ന മതേതരത്വം എന്നവകാശപ്പെടുന്ന ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ പാശ്ചാത്യ ലോകം പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിയതിന് രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ഇളം മനസ്സുകളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് LGBTQ എന്ന് പറയുന്ന ലെസ്ബിയൻ ചിന്തകളും ഗേ ചിന്തകളും ബൈസെക്സൽ ചിന്തകളുമൊക്കെ പുതിയ തലമുറയിലേക്ക് കൊടുക്കുവാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങളെയും കുൽസിത ശ്രമങ്ങളെയും കുറ്റിക്കാട്ടൂരിലെ മനുഷ്യരെ നമ്മളൊക്കെ ഒരുമിച്ചു നിന്നുകൊണ്ട്, ഇവിടെ വിസ്ഡം മാത്രമല്ല ഇത് പറയേണ്ടത്, വിസ്ഡത്തിന്റെ യൂത്ത് വിഭാഗം മാത്രമല്ല ഇത് പറയേണ്ടത്, മുസ്ലിങ്ങൾ മാത്രമല്ല ഇത് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത്, നമ്മളെല്ലാവരും ഒരുമിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഭരണകർത്താക്കളോടും ഇവിടുത്തെ നിയമപാലകരോടും ഇവിടുത്തെ നിയമസംഹിതകളെ കാത്തു സൂക്ഷിക്കണമെന്ന് അവകാശപ്പെടുന്നവരോടുമൊക്കെ നമ്മൾ ഒരുമിച്ചു നിന്ന് സംസാരിക്കേണ്ടതും ശബ്ദിക്കേണ്ടതുമായ ഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാനാണ് ഞാനിത് പറയുന്നത്. ഇപ്പൊ ഇത് നിയമം അനുവദിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് പോലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ ന്യൂജൻ എന്ന് പറയുന്ന വിഭാഗം വലിയ തെറ്റിലേക്ക്, അഗാധ ഗർത്തങ്ങളിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചാനലിൽ മുസ്ലിം പേരിട്ട പെൺകുട്ടികൾ വന്ന് പറയുന്നു, ഫാത്തിമ പോലെ, നൂറ പോലെ, ആയിഷ പോലെയുള്ള പെൺകുട്ടികൾ വന്ന് പറയുന്നു, മദ്രസയിൽ 8ാം ക്ലാസ് വരെ, 9ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് വരെ മദ്രസയിൽ പോയ പെൺകുട്ടികളാണ്. ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിന് ചാനൽ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നല്ല മഫ്തയിട്ട് ഇസ്ലാമിക വേഷവിധാനങ്ങൾ അണിഞ്ഞുവന്ന് അവർ പറയുന്നു, ഞാനും ഇവളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാനൊരു പെണ്ണാണ്, അവളും ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾ രണ്ടുപേരും ലൈംഗിക ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ലെസ്ബിയൻ ചിന്തയെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് പോലെ ലൈംഗിക ആസ്വാദനങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കുമ്പോ ഇവിടെ കുറെ ആളുകൾക്ക് ചൊറിച്ചിൽ വരുന്നു. ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ആകാശം ഇടിഞ്ഞു വീടുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും വരെ മദ്രസയിൽ പോയി പഠിച്ച പെൺകുട്ടികളാണ് കേരളീയ ജനതയോട് ചാനലിന്റെ പ്രധാനപ്പെട്ട സമയത്ത് വന്ന് ചോദിക്കുന്നത്. കുറ്റിക്കാട്ടൂരിലെ സമസ്തക്കാരും തബ്ലീഗിന്റെ ആളുകളും മുജാഹിദിന്റെ ആളുകളും അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മറ്റു സംഘടനയിൽപ്പെട്ട ആളുകളുമൊക്കെ ആലോചിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. മുസ്ലിങ്ങളല്ലാത്തവരും ചിന്തിക്കേണ്ട വിഷയമാണ്. പോരാ, ഒരു കോളേജിന്റെ, ഇവിടെ ക്ലിപ്പിട്ട് സംസാരിക്കാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല, വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളോട് ഒരു യൂട്യൂബിൽ ചാനൽ നടത്തുന്ന ഒരാൾ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഒരു 2 പെൺകുട്ടികളോട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? നിങ്ങളോട് ഇപ്പോൾ ഒരാൾ വന്ന് സെക്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്താണ്? ആ കുട്ടികൾ പറയുന്ന മറുപടി എന്താണെന്നറിയുമോ നിങ്ങൾക്ക്? നിന്റെ ശരീരം ഒരാൾ ലൈംഗികമായി ആസ്വദിക്കാൻ ചോദിച്ചാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുട്ടിയുടെ മറുപടി ഇങ്ങനെയാണ്: അത് ചോദിക്കുന്ന ആളെ നോക്കി, ചോദിക്കുന്ന സന്ദർഭം നോക്കി, ചോദിക്കുന്ന ആളുടെ വ്യക്തിത്വം പരിശോധിച്ച് ഒക്കെ പറയേണ്ട മറുപടിയാണ്. എങ്ങനെ? ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു റോഡ് സൈഡിൽ വെച്ച് ഒരാൾ ചോദിക്കുകയാണ്, സെക്സിന് റെഡിയാണോ? ശാരീരികമായി ഞാനും നീയും തമ്മിൽ ശാരീരിക ബന്ധത്തിന് റെഡിയാണോ എന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്ന ആളെ കുറിച്ച് പഠിച്ചും ചോദിക്കുന്ന ആളെ കുറിച്ച് മനസ്സിലാക്കിയുമൊക്കെ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ അത് അയാളുടെ ചോദ്യകർത്താവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഉത്തരമാണ്. മറ്റൊരു കുട്ടിയുടെ മറുപടി എന്താണെന്നറിയോ? അതിലെന്താ ഇത്ര പ്രശ്നം? ചിലപ്പോ ഞാൻ യെസ് പറയും, ചിലപ്പോ ഞാൻ നോ പറയും, ചിലപ്പോ ഞാൻ എന്റെ ശരീരം കൊടുക്കും, ചിലപ്പോ ഞാൻ വേണ്ടെന്ന് പറയും. അതൊന്നും ഞങ്ങളുടെ ഈ പ്രായമുള്ള കുട്ടികൾക്ക് വലിയ വിഷയമല്ല. വല്യമ്മമാർക്കും വല്ലിപ്പമാർക്കും ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനുമൊക്കെ
പുതിയ തലമുറയ്ക്ക് പ്രശ്നമല്ലെങ്കിൽ അതേ 60, 50, 70 വയസ്സായ ആളുകൾക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായി തോന്നിയേക്കാം. ഞങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക്, ന്യൂജൻ ടീമിൽപ്പെട്ടവർക്ക്, കോളേജിൽ പഠിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള പുതിയ തലമുറക്ക് അതൊരു പ്രശ്നമില്ല. ചിലപ്പോ യെസ് എന്ന് പറയും, ചിലപ്പോ നോ എന്ന് പറയും. മറ്റൊരു കുട്ടിയുടെ മറുപടി, ബെസ്റ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ റെഡിയാണ്. എന്താ ഈ ബെസ്റ്റി? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട്. കാമുകനും ബെസ്റ്റിയും തമ്മിലൊക്കെ വ്യത്യാസമുണ്ടത്രേ. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി സുഹൃത്തായി കൊണ്ടു നടന്ന് ശരീരം വേണമെങ്കിൽ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആസ്വാദനത്തിൽ ജീവിക്കുന്ന ഒരു സുഹൃത്ത് വലയത്തിന് പറയാവുന്ന പേരാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ ചില വിഷയങ്ങളെ ഈ യൂത്ത് കോൺഫറൻസ് പ്രഖ്യാപന അല്ലെങ്കിൽ അതിന്റെ പ്രചാരണ ജില്ലാ പരിപാടികളിൽ കുറ്റിക്കാട്ടൂര് പോലെയുള്ള പ്രദേശത്ത് എന്തിനാണ് ഇത് പറയുന്നത്? ആയിരക്കണക്കിന് മനുഷ്യർ ഇവിടുത്തെ അങ്ങാടിയിൽ ഷോപ്പുകളിൽ വരുന്നവരും പർച്ചേസിംഗിന് വരുന്നവരും പോകുന്നവരുമൊക്കെയായ ഒരു നാടാണിത്. നിങ്ങൾ ഇവിടെ നടന്ന വിശ്വാസ രംഗത്തെ സംസാരങ്ങളെ കേട്ട് പല ഭാഗത്തു നിന്നും അതിനെ വിലയിരുത്തിയവരായിരിക്കാം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ചേർത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘമാകുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു തൗഹീദ് പറയാൻ മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കാറുള്ളത്, ഷിർക്കിന്റെ ഗൗരവം പറയാൻ വേണ്ടി മാത്രമല്ല എഴുന്നേറ്റ് നിൽക്കാറുള്ളത്. ജീവിതത്തിന്റെ നാനാ തുറകളെ സ്പർശിച്ചു നിൽക്കുന്ന വിഷയങ്ങളെ തൊട്ടുകൊണ്ട് മനുഷ്യലോകത്ത് അധർമ്മത്തിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാനവകുലത്തെ വിളിച്ച് അതേ അപകടത്തിലേക്ക്, അഗാധഗർത്തങ്ങളിലേക്ക് മാനവകുലമേ വീണുപോകരുത് എന്ന് പറയാൻ അതിന് സമയം കണ്ടെത്തണമെന്ന് വിശ്വാസത്തിന്റെ ഭാഗമായി വിശ്വസിക്കുന്ന ഒരു ടീമാണ്, ഒരു കൊച്ചു ടീമാണ് വിസ്ഡം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘം. ആ നിലക്കാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ രാമുഖം ഞാൻ വെച്ചിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വർഗീയവൽക്കരണങ്ങൾ നടന്നപ്പോ ഇതുപോലെ കവലകളിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് അത് ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കി രാജ്യത്തിന്റെ വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ പാഠപുസ്തകങ്ങളിൽ വരെ കുട്ടികളുടെ ഹൃദയങ്ങളിലേക്ക് ഈ പറയപ്പെട്ട മനുഷ്യനെ ഒരു മൃഗതുല്യനായി പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോ നമ്മൾ വൈജ്ഞാനിക രംഗത്തെ, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തെ ഓർമ്മപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ലഹരിയുടെ അതുപോലെ മയക്കുമരുന്നിന്റെ MDMA പോലെയുള്ളതിന്റെ അതിശക്തമായ വേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും ഇപ്പോഴും അതിന്റെ സമയമാണ്. വിസ്ഡം സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ലഘുലേഖകൾ കൈമാറി അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ട കുറിപ്പുകൾ എത്തിച്ചു കൊടുത്ത് ബോധവൽക്കരണം നടത്തി, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ക്ഷണിച്ചു വരുത്തി, അതുപോലെ തന്നെ നിയമപാലകരുടെ കൂട്ടത്തിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളെ പോയി കണ്ട് പ്രത്യേകമായ ക്യാമ്പയിനുകൾ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്തി, ഗവൺമെന്റിനോട് റിക്വസ്റ്റ് നടത്തി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ക്യാമ്പസിന്റെ പരിസരങ്ങളിലടക്കം ഈ ലഹരിയുടെ വേരോട്ടത്തിനെതിരെ സംസാരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, നമുക്ക് നിർവഹിക്കാവുന്ന പങ്കും നമുക്ക് നിർവഹിക്കാവുന്ന പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രബോധന സംഘമാണ് വിസ്ഡം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ തന്നെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ലഹരിക്കെതിരെയുള്ള സംസാരങ്ങളിൽ വേദികളിൽ പങ്കിടാനും സംസാരിക്കാനും പറ്റി. ഒരു വേദിയിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഒരു +2 തലത്തിൽ പഠിക്കുന്ന കുട്ടിയെ, ലഹരിക്കടിമപ്പെട്ട വിദ്യാർത്ഥിയെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവന് 18 വയസ്സ് തികയുന്നേയുള്ളൂ, അവനെ കൊണ്ടുപോയി അവൻ ഉപയോഗിക്കുന്ന ലഹരിയുടെ ഈ മായാലോകത്തിൽ പെട്ടുപോയതിന്റെ അപകടത്തെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുത്ത് അവനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടിയുടെ വീട്ടിലെ 3 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിലേക്ക് MDMA എന്ന് പറയുന്ന അതിമാരകമായ ഈ പുതിയ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ മയക്കുമരുന്ന് ഈ +2കാരന്റെ വീട്ടിലെ 3 വയസ്സുകാരനായ കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്തി എന്നതാണ് ആ ഉദ്യോഗസ്ഥൻ ആ വേദിയിൽ പറഞ്ഞത്. എങ്ങനെ ഈ +2കാരനായ 18കാരനായ ഈ ചെക്കൻ, ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടി ഈ MDMA ഉപയോഗിക്കുന്നത് ഒരു പഞ്ചസാരയുടെ തരി വലിപ്പമുള്ള MDMA മൊബൈലിന്റെ സ്ക്രീനിലിട്ട് അവന്റെ നഖം കൊണ്ട് അത് പൊടിച്ച് നാവുകൊണ്ട് അതിനെ നക്കി തുടച്ച് ആസ്വദിക്കുന്ന ജീവിത രീതിയാണ് അവനുള്ളത്. ശരി, ഒരു പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള MDMA 2 കഷ്ണമാക്കിയാൽ അതിന്റെ ഒരു പകുതി, ഒരു പഞ്ചസാര തരി എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് എന്ന് ഞാൻ ആരെയും വിശദീകരിച്ച് പറഞ്ഞ്
ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട വിഷയമല്ലല്ലോ. അതിന്റെ പകുതി ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിയാൽ 500 ചായ ഒരുമിച്ച് കുടിച്ചതിന്റെ തിക്ത ഫലമായിരിക്കും ഉണ്ടാവുക എന്നതാണ് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു MDMA തരിയുടെ പഞ്ചസാര തരിയുടെ വലിപ്പമുള്ളതിന്റെ പകുതി നമ്മുടെ മകളുടെ ശരീരത്തിലേക്ക് എത്തിയാൽ എന്താ സംഭവിക്കുക? 500 ചായ ഒരുമിച്ച് കുടിച്ച പോലെ ഒരു പ്രത്യേകമായ ലഹരിയുടെ ലോകത്തായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ. കാമുകിയെ കൂൾബാറിലേക്ക് വിളിച്ചു വരുത്തി 2 പേർക്കും ഒരുമിച്ച് ജ്യൂസ് പറഞ്ഞ് ആ ജ്യൂസിലേക്ക് ഇവൻ ഒളിപ്പിച്ചു വെച്ച MDMAയുടെ ഒരു ചെറിയ തരി, ഒരു മൈന്യൂട്ട് തരി, അത് ആ ജ്യൂസിലേക്ക് അവൾ കാണാതെ ആ ജ്യൂസിലേക്കിട്ട് അന്നവൾ ഉറങ്ങുന്നില്ല. വീട്ടിലേക്ക് മടങ്ങി രാത്രി 12 മണിക്ക് ഇവനെ വിളിച്ചു. നമ്മൾ കുടിച്ച ജ്യൂസ് എന്തൊരു ടേസ്റ്റാണ്, എന്റെ ജീവിതത്തിൽ ഇത്ര ആസ്വാദകരമായ ഒരു ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല, എന്താണ് ഇതിന് പ്രത്യേകത എന്ന് രാത്രി 12 മണിക്ക് അവനെ വിളിച്ചു ചോദിക്കുകയാണ്. എന്നിട്ട് നീ ഇപ്പോൾ വന്നാൽ നിന്റെ കൂടെ വരാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ, നമ്മുടെ പുതിയ തലമുറയെ തിന്മയിൽ നിന്ന് അഗാധമായ തിന്മയിലേക്ക് മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന, നീരാളി കൈകൾ നീട്ടി വലവീശിക്കൊണ്ടിരിക്കുന്ന, കടുകക്കണ്ണുകളുമായി പാത്ത് പതുങ്ങി മക്കളെ വടികേടിലേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന 40കാരനും 50കാരനും 60കാരനുമൊക്കെ കോളേജിന്റെയും സ്കൂൾ പരിസരങ്ങളുടെയും ഒക്കെ കടുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് പോലെ ക്യാമ്പസിന് ചുറ്റും വട്ടമിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത എത്രത്തോളം അത്ഭുതപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മളെ, എത്രത്തോളം അത്ഭുതപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു 60 വയസ്സുള്ള ഒരു മനുഷ്യനെ MDMA പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കച്ചവടവുമായി പ്രിയപ്പെട്ടവരെ പിടികൂടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ അയാൾക്ക് 3-4 മക്കളുണ്ട്, ആ മക്കൾക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികളുള്ള ഒരു മനുഷ്യൻ 5 വയസ്സും 8 വയസ്സും 10 വയസ്സും 15 വയസ്സുമൊക്കെ 8ലും 9ലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന പേരക്കുട്ടികളുള്ള ഒരു മനുഷ്യനാണ്. ഒരു സ്കൂളിന്റെ പരിസരത്ത് എന്റെ പേരക്കുട്ടികളെ പോലെയുള്ള മറ്റു മനുഷ്യരുടെ മക്കളെ ഈ വൃത്തികെട്ട ലഹരിയുടെ മായാലോകത്തിലേക്ക് കൊണ്ടുപോയി താൽക്കാലികമായി പണം സമ്പാദിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് കച്ചവടത്തിനിറങ്ങുന്നത് എന്ന ഞെട്ടിക്കുന്ന രഹസ്യവും ഞെട്ടിക്കുന്ന വാർത്തകളുമാണ് നമ്മൾ കേൾക്കുന്നത്. കുറ്റിക്കാട്ടൂരിലെ മീൻ കച്ചവടക്കാർ മീനിൽ കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മീൻ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഇറച്ചിക്കടയിലേക്ക് പോയി അവിടെ നിന്ന് വാങ്ങുന്ന മാംസം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അവരും അതിൽ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ, അവിടെ ഫ്രൂട്ട്സ് കച്ചവടക്കാർ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ, വെജിറ്റേറിയൻ കച്ചവടക്കാർ പച്ചക്കറി കച്ചവടക്കാർ അതിൽ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ, പലചരക്ക് കച്ചവടക്കാർ അതിൽ കൃത്രിമം കാണിക്കുന്നുവെങ്കിൽ, പരസ്പരം കൃത്രിമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിന്റെ വാങ്ങൽ കൊടുക്കലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നതാരാ? ഓരോ കച്ചവടക്കാരുമാണ്, ഓരോ വീട്ടിലെ കുടുംബിനികളുമാണ്, ഓരോ കുടുംബത്തിലെ മക്കളുമാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു നാടിന്റെ സമൂഹമാണ്, ആ രാജ്യത്തിന്റെ മനുഷ്യരാണ്. ആ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കും എത്തുന്ന വിധത്തിൽ കൃത്രിമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു മായാലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തുറന്നു പറയാനും, ഈ കൃത്രിമങ്ങൾക്കെതിരെ, ഈ മയക്കുമരുന്നിനെതിരെ, ഈ വൃത്തികേടുകൾക്കെതിരെ, ഈ മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോകുന്ന പുതിയ തലമുറയെ മാടി വിളിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ആരുണ്ട് സംസാരിക്കാനെന്ന ചോദ്യത്തിനുത്തരമാണ് കുറ്റിക്കാട്ടൂരിൽ തസ്ബീയ എന്നൊരു പ്രോഗ്രാം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. പകച്ചു നിൽക്കേണ്ടവരല്ല നമ്മള്, പ്രതീക്ഷ കൈവിട്ട് മാറി നിൽക്കേണ്ടവരല്ല നമ്മള്. ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞ് ശപഥത്തിന്റെ മനസ്സുമായി തിരിച്ചു പോകേണ്ടവരല്ല നമ്മള്. സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി അധാർമികതയിലേക്ക് വീണുപോകുന്ന മനുഷ്യർക്ക് നേരെ കൈകൾ നീട്ടിക്കൊടുത്ത് ധാർമ്മികതയുടെ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മുന്നിൽ മാതൃകകളുണ്ട്, മാർഗങ്ങളുണ്ട്, വഴികളുണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്, റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണമെന്ന അർത്ഥത്തിലാണ് ഞാൻ ഇത്രയും നേരം ഈ കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് ലിബറലിസ്റ്റുകൾ അരങ്ങ് തകർക്കുകയാണ്, അല്ലേ? ഫാമിലി കോൺഫറൻസുകളിലൊക്കെ നിങ്ങൾ കഴിഞ്ഞുപോയ 3 ഫാമിലി കോൺഫറൻസുകളിലൂടെയൊക്കെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച 10,000 പങ്കെടുത്ത
സ്ത്രീകളുടെ സാന്നിധ്യം കൊണ്ട് സംഘാടകർ ആശ്ചര്യഭരിതരായി പോയ ഫാമിലി കോൺഫറൻസ് നിലമ്പൂരിൽ നടന്നപ്പോ, കണ്ണൂരിന്റെ കലക്ടറേറ്റ് മൈതാനത്ത് നടന്നപ്പോ, പാലക്കാടിന്റെ പുതുനഗരത്ത് നടന്നപ്പോ ആശ്ചര്യഭരിതരായി പോയ സംഘാടകരെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവിടെ ഒഴുകിയെത്തിയ 10,000-കണക്കിന് സ്ത്രീകള്. എന്റെ ഈ സ്ത്രീകൾ ഇങ്ങനെ ഒഴുകിയെത്താൻ കാരണം, കുട്ടികളെ പറഞ്ഞിട്ട് കിട്ടുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിൽ, നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല എന്ന് ആവലാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ കുടുംബവും. അതുകൊണ്ട് ഫാമിലി കോൺഫറൻസിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോ ആളുകൾ ഒഴുകിയെത്തുകയാണ്. എല്ലാവർക്കും സൊല്യൂഷൻ ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന മനസ്സാണുള്ളത്. ഒരു ഭാഗത്ത് ലിബറലിസ്റ്റുകൾ അരങ്ങ് തകർക്കുന്നു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖന്മാരായ ആളുകൾ തന്നെ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ എന്റെ സിനിമയിലേക്ക് ആളുകളെ ക്ഷണിച്ച് ഞാൻ നന്നായി ഒരു സിനിമ ഉണ്ടാക്കി ആ സിനിമ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോ ആ സിനിമ കണ്ടിട്ട് ഒരു സിനിമാ രംഗത്തെ മനുഷ്യൻ പറയണേ, മലയാളി പറയാ, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ പരിസരത്തുള്ള ഒരു കോളേജിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് അവസാനം കുട്ടികൾ തീരുമാനിച്ചു ഇങ്ങനെ പറയുന്ന ഒരാളെ നമ്മുടെ കോളേജിന്റെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമിന്റെ അതിഥിയായി, ഗസ്റ്റായി വേണ്ട എന്ന് പറഞ്ഞത് വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. ശരി, അയാൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എന്റെ സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 10 കുടുംബങ്ങളെങ്കിലും, 10 പുരുഷന്മാർ സ്ത്രീകളെ വിവാഹമോചനം ചെയ്താൽ, മുസ്ലിമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ത്വലാഖ് ചൊല്ലിയാൽ, വിവാഹമോചനം നടന്നാൽ എന്റെ സിനിമ വിജയിച്ചു എന്ന അർത്ഥത്തിൽ ഞാൻ സന്തോഷിക്കുമെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയായി, ഇനി നിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ റെഡിയല്ലെന്ന് പറഞ്ഞ് ഒരു 10 പേരെങ്കിലും വിവാഹമോചനം നടത്തിയാൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന സിനിമാ രംഗത്തെ പ്രമുഖന്മാരെ അധാർമികത പഠിക്കുന്ന ക്യാമ്പസുകളിലേക്ക് വിളിച്ചു വരുത്തി അവർ ഗസ്റ്റായി വന്ന്, ചീഫ് ഗസ്റ്റായി വന്ന് ധാർമ്മികത പഠിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രോഗ്രാമിന്റെ ഇനാഗുറേഷൻ നിർവഹിക്കാൻ അർഹരാണോ അവർ എന്ന് ലോകത്തോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. പോരാ, ഇവരൊക്കെ സമൂഹത്തോട് പറയുന്ന വാക്കെന്താ അറിയോ? ഈ കുടുംബമായി ജീവിക്കുന്നത് ശരിയല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ട് ഒരു നിക്കാഹ് ചെയ്ത് ഒരു വിവാഹം ചെയ്ത് അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ ചെന്ന് അതുമായി ബന്ധപ്പെട്ട മതവിശ്വാസ പ്രകാരം ഒരു കല്യാണം നടത്തുമ്പോ ഒരു കരാറിൽ നമ്മൾ ഒപ്പിടുകയാണ്. അവൾ എന്റെ ഭാര്യയാണ്, അവളുടെ ഭർത്താവാണ് ഞാൻ അവളോട് പറയാ എനിക്ക് വേറൊരു പെണ്ണിനെ കൂടി ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊന്നുകളയും. അതേ ഭാര്യയോട് ഞാൻ പറയാണ് ഞാൻ ഒരാളെ കൊന്നിട്ടാ വരുന്നത്. ഇതൊന്നും എന്റെ വാക്കല്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ അങ്ങനെയൊക്കെ പറഞ്ഞവർ മലയാളികളുടെ കൂട്ടത്തിലെ സിനിമാ രംഗത്തുള്ളവരൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ സംഘാടകരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിന്റെ ക്ലിപ്പുകളൊക്കെ ഇന്ന് യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയകളിലും സുലഭമാണ്. ഇയാൾ പറയണേ ഭാര്യ എന്ന് പറഞ്ഞത് അവളോട് ഞാൻ പറയാ ഞാൻ ഒരാളെ കൊന്നിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അവള് പറയും സാരില്ല, നിങ്ങൾ കരുതിക്കുട്ടി ചെയ്തതല്ലല്ലോ, അബദ്ധം സംഭവിച്ചതല്ലേ, അതൊക്കെ മറന്ന് നമുക്ക് ജീവിക്കാമെന്ന് പറയാൻ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സഹധർമ്മിണി റെഡിയാകും. പക്ഷേ ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിന്നെ വിട്ട് മറ്റൊരു പെണ്ണിനോട് എനിക്ക് ഇഷ്ടമാണ്, അവളുമായി ശാരീരിക ബന്ധത്തിന് എനിക്ക് മോഹമാണ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ കൊന്നുകളയും. ആരൊറ്റ കാരണം കൊണ്ട് കുടുംബം ഏറ്റവും ദുഷിച്ച സ്ഥലമാണ് എന്ന് ഞാൻ പറയുന്നു. വേലിചാട്ടത്തിനെതിരാണ് കല്യാണം. അപ്പുറത്തുള്ളവന്റെ ഭാര്യയെ തേടി പോകുന്നതിനെതിരാണ് കല്യാണം. അപ്പുറത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ തേടി പോകുന്നതിന് എതിരാണ് കല്യാണം എന്ന് പറയുന്ന സിസ്റ്റം എന്ന് ഈ കൊച്ചു കേരളത്തിലെ മലയാളികളായി ബുദ്ധിജീവികളായി അറിയപ്പെടുന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ബോധവാന്മാരാകണം. ഈ റൂട്ടിലൂടെയാണ് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ലിബറലിസ്റ്റ് പറയുന്നത് ഇവിടെ കഞ്ചാവ്, ഈ കടകളൊക്കെ പോലെ ഇവിടെ ഫാൻസി വാങ്ങണമെങ്കിൽ അവിടെ കടയുണ്ട്, ഇവിടെ പലചരക്ക് വേണമെങ്കിൽ അവിടെ കടയുണ്ട്, ഇവിടെ പച്ചക്കറി വേണമെങ്കിൽ കടയുണ്ട്. അതുപോലെ ഓരോ അങ്ങാടിയിലും ഏത് കടയിൽ ചെന്ന് ചോദിച്ചാലും കിട്ടാവുന്ന വിധത്തിൽ കഞ്ചാവിനെ ലീഗലൈസ് ചെയ്യണം. എന്നാലേ ഈ പുതിയ തലമുറക്ക് സുഖമായി ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഈ മനുഷ്യനോട് ഒരാൾ ചെന്ന് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ നിങ്ങൾക്ക് മരിക്കണ്ടേ? അയാൾ പറയാം മരണം എന്ന് പറഞ്ഞിട്ട് ആരും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, മരിക്കുമ്പോ ആസ്വദിച്ചു മരിക്കണം.
അതിന് പ്രായമുള്ള ഉമ്മമാരോട് ഇയാൾ കൊടുക്കുന്ന ഉപദേശം എന്താ അറിയോ? പ്രായമുള്ള അച്ഛനോട്, അമ്മയോട്, പ്രായമുള്ള ഉമ്മയോട്, വാപ്പയോട്, 60, 65, 70, 80 വയസ്സായ ആളുകളോട് ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ലിബറലിസ്റ്റിന്റെ നേതാവ് പറയുന്നത് എന്താണെന്നറിയോ? വെറുതെ ജീവിതം ബെഡിൽ, വാട്ടർ ബെഡിൽ കിടന്ന് മക്കൾ അടുത്ത് വന്നിരുന്ന് അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റാതെ, കച്ചവടത്തിന് പോകാൻ പറ്റാതെ, ബിസിനസിന് പോകാൻ പറ്റാതെ നമ്മുടെ ബെഡിന്റെ അടുക്കൽ ഇരുന്ന് സമയം കളയാനുള്ളതല്ല പുതിയ തലമുറയുടെ ജീവിതം. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോവുക, നിങ്ങൾ കച്ചവടത്തിന് ഇറങ്ങുക, നിങ്ങൾ പണം സ്വരൂപിക്കാൻ ഇറങ്ങുക, നിങ്ങൾ പ്രോഫിറ്റുകൾ തേടി ഇറങ്ങുക. ഈ മാതാപിതാക്കളോട് ഇയാൾക്ക് പറയാനുള്ളതോ, നിങ്ങൾ ജീവിതത്തിന് സുല്ലിടുക. എങ്ങനെ ജീവിതത്തിന് സുല്ലിടുക? വെറുതെ മക്കൾ എടുത്തിരുന്ന് ബാപ്പാനെ നോക്കാനിരിക്കുക, അച്ഛനെ നോക്കാനിരിക്കുക, അമ്മനെ നോക്കാനിരിക്കുക, അങ്ങനെ അവരുടെ സമയം കളയുക. അതുകൊണ്ട് പ്രായമുള്ളവരെ നിങ്ങൾ ജീവിതത്തിന് സുല്ലിടണം. എന്താ ഈ സുല്ലിടുക? അയാൾ വിശദീകരിച്ചു കൊടുക്കുക. നന്നായിട്ട് കഞ്ചാവ് വാങ്ങുക, ധാരാളമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മരിക്കാൻ പറ്റും, ജീവിതത്തിന് സ്റ്റോപ്പ് ഇടാൻ പറ്റും, ജീവിതത്തിന് സുല്ലിടാൻ പറ്റും. അപ്പൊ മരണം ആസ്വദിച്ച് മരിക്കാം. മരണത്തിന് വേറെ കുറെ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആരും. മരണം ആസ്വദിച്ചു മരിക്കാനുള്ളതാണ്. മരിക്കുമെന്നത് ഉറപ്പാണല്ലോ. ഏത് നിരീശ്വരവാദിയും, ഏത് ലിബറൽ വാദിയും, ഏത് ലിബറലിസ്റ്റും, ഏത് ഫ്രീഡം വാദിയും അംഗീകരിക്കുന്ന ഒന്നാണ്, ഈ മണ്ണിലേക്ക് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ ഇവിടം വിട്ടു പോവണം. ശരി, അവിടെയാണ് മുസ്ലിം എന്ന് പറയുന്നവർ ഈ ലോകത്തിലെ ലിബറലിസ്റ്റുകളോട് പറയുന്നത്, ഇവിടുത്തെ സ്വതന്ത്രവാദികളോട് പറയുന്നത്, ഇവിടുത്തെ നിരീശ്വരവാദികളോട് പറയുന്നത്, ഇതെല്ലാം സ്വയംഭൂവാണ് എന്ന് അവകാശപ്പെടുന്നവരോട് പറയുന്നത്. ശരി, ആരാണോ നിനക്ക് ജന്മം നൽകിയത്? ആരാ നിനക്ക് ജന്മം നൽകിയത്? തെറിച്ചു വീണ ശുക്ലത്തിലെ കോടിക്കണക്കിന് ബീജത്തിൽ നിന്ന് ലക്ഷണമത്ത ബീജത്തെ എടുത്ത് നിന്റെ അമ്മയുടെ ഉമ്മയുടെ അണ്ഡവുമായി ചേർത്ത് ഗോളാകൃതി പ്രാപിച്ച് അണ്ഡവാഹിനി കൊയലിലൂടെ സഞ്ചരിപ്പിച്ച് മാതാവിന്റെ ഗർഭപാത്രത്തിന് ദ്വാരമുണ്ടാക്കി മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 3ാമത്തെ ഭിത്തിയിൽ ചെന്ന് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന അട്ടയെപ്പോലെ ആ മാതാവിന്റെ ഉദരത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ അട്ടയെപ്പോലെ രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി, എല്ലുകൾ കൊടുത്ത് മാംസം കൊണ്ട് പൊതിഞ്ഞ് ഒരു മനുഷ്യരൂപമാക്കി കൊണ്ടുവന്നത് ആരാണ്? അതിന്റെ പിന്നിൽ എന്ന ചോദ്യത്തിന് ലിബറലിസ്റ്റുകൾക്ക് മറുപടി പറയാനുണ്ടോ? നിരീശ്വരവാദികൾക്ക് മറുപടി പറയാനുണ്ടോ? ഇവിടെ വെച്ച് തീർന്നു പോകുന്നതാണ് ജീവിതമെന്ന് അവകാശപ്പെടുന്നവർക്ക് എന്തു മറുപടിയാണ് പറയാനുള്ളത്? ആരാണ് ഇതിന്റെ പിന്നിൽ? അതെ, അവിടെയാണ് മുസ്ലിം. അവന്റെ വേദപുസ്തകമാകുന്ന പരിശുദ്ധ ഖുർആൻ അവന്റേത് എന്ന് ഞാൻ പറയുന്നത്. അവനത് വായിക്കുമ്പോൾ അവൻ ഉൾക്കൊള്ളാനുള്ളതാണ്. ലോകത്തിൽ ഏതൊക്കെ മനുഷ്യരത് ഉപയോഗിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ഉള്ളതാണ്. ഖുർആൻ പൊതുവായി പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞത്, ദൈവത്തിന്റെ വിരാട് പുരുഷന്റെ, ഹിരണ്യഗർഭന്റെ, പ്രപഞ്ചനാഥന്റെ, അണ്ഡകടാഹങ്ങളുടെ അധിപനായ റബ്ബിന്റെ അവന്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ് എന്നാണ്. കുറ്റിക്കാട്ടൂരിലെ ഹിന്ദുക്കൾക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഇവിടുത്തെ നിരീശ്വരവാദികൾക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ആരും ഒരാളുടെ മുമ്പിൽ അത് അടച്ചു പൂട്ടി വെക്കേണ്ടതല്ല. അതിന്റെ അധ്യാപനങ്ങൾ തുറന്നു വെക്കേണ്ടതാണ്. ഇതൊരു തുറന്ന പുസ്തകമാണ്. സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന, മാനവികതയുടെ ശബ്ദമുയർത്തുന്ന, നീതിനിഷ്ഠമായ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന, മനുഷ്യത്വത്തെ കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ പറയുന്ന, ഹ്യൂമാനിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന, മാത്തമാറ്റിക്സ് ചർച്ച ചെയ്തിട്ടുള്ള, ഫിസിക്സും കെമിസ്ട്രിയും ചർച്ച ചെയ്തിട്ടുള്ള, ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന, ദൈവികമാണ് എന്ന് 100% ഉറപ്പുള്ള, ഒരു സ്ഥലത്ത് പോലും അബദ്ധത്തിന്റെ കൂട്ടിമുട്ടലുകളില്ല എന്ന് ആരുടെ മുമ്പിലും ധൈര്യമായി എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റുന്ന ലോകരക്ഷിതാവായ റബ്ബിന്റെ സംസാരമാകുന്ന ഖുർആൻ മാനവകുലമേ എല്ലാവർക്കും ഉള്ളതാണ്. അർത്ഥത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഞങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 6-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. ഉമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഓരോ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് വളർത്തിക്കൊണ്ടുവന്ന 3 ഇരുട്ടറയിൽ കടന്നു വളർന്ന ഗർഭസ്ഥ ശിശുവിനെ കുറിച്ച് പറയുന്ന, സയൻസിന്റെ ലോകം പോലും മന്ദാളിച്ചു നിന്നുപോയ, ആശ്ചര്യഭരിതരായി പോയ ഈ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുണ്ടല്ലോ, നിരീശ്വരവാദികളോടും ഇവിടുത്തെ സ്വതന്ത്രവാദികളോടും
ലിബറലിസ്റ്റുകളോടുമൊക്കെ പുതിയ തലമുറയെ ലഹരിയുടെ മായാലോകത്തേക്ക് മാടി വിളിക്കുന്ന ഈ സ്വതന്ത്രത്തിന്റെ വാദമുന്നയിക്കുന്ന ആളുകളോട് ആരാണ് ഈ ഗർഭപാത്രത്തിന് 3 ഇരുട്ടറ കൊടുത്തത് എന്നും അതിനുള്ളിൽ ഘട്ടങ്ങളായി നിന്നെ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് എന്നും നിന്നെ മരിപ്പിക്കുക എന്ന് പറയുന്ന ആ സംവിധാനം എന്താണ്, നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നത് ആരാണ്, നീ കഞ്ചാവടിച്ചിട്ടാവട്ടെ, നീ അതിനേക്കാൾ വലിയ മാരകമായ ലഹരി ഉപയോഗിച്ചിട്ടാവട്ടെ, നിന്റെ ഭാഷയിൽ നീ മരിക്കുന്നത് ആസ്വാദനത്തിന്റെ മരണമായി നിനക്ക് ചിത്രീകരിക്കാം. നിന്റെ മരണവേദനയെ കുറിച്ച് പറയാൻ, നിന്റെ മരണത്തിന്റെ വെപ്രാളത്തെ കുറിച്ച് പറയാൻ, നിന്റെ മരണസമയത്ത് അനുഭവിക്കുന്ന വേദനയുടെ യാതനയുടെ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ കൊടുമ്പിരി കൊണ്ട അവസ്ഥയെ കുറിച്ച് പറയാൻ നീ തിരിച്ചു വരുന്നില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് എന്തും അവകാശപ്പെടാം. ശരി, ആരാണ് നിന്റെ ശരീരത്തിൽ നിന്ന് ആ ആത്മാവിനെ തിരിച്ചെടുക്കുന്നത് എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നിന്റെ മുമ്പിൽ പറയാനുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കണം ലോകത്തിന്റെ മുമ്പിൽ. കാരണം നമ്മുടെ കുട്ടികളെ തെറ്റായ റൂട്ടിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെ, സ്വന്തം അമ്മയെ, സ്വന്തം പെങ്ങളെ, സ്വന്തം സിസ്റ്ററെ, സ്വന്തം മകളെ, നമ്മുടെ ഡോട്ടറായി അറിയപ്പെടുന്ന നമ്മുടെ ചോരയിൽ പിറന്നു വീണ നമ്മുടെ മകളെ വേണമെങ്കിൽ ലൈംഗികമായി ഉപയോഗിക്കാമെന്ന് ഈ വിളിപ്പാടകലെ കോഴിക്കോടിന്റെ നഗരത്തിൽ പ്രസംഗിച്ചു പോയ ലിബറലിസ്റ്റുകളുണ്ട്. നമ്മൾ ആ ക്ലിപ്പിട്ട് പ്രസംഗിച്ചപ്പോ ആ ലിബറലിസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നമ്മൾ വിചാരിച്ചാൽ തിരുത്താൻ പോവാണെന്ന്. തിരുത്തുകയല്ല അയാൾ ചെയ്തത്. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഉമ്മയുമായും പെങ്ങളുമായും മകളുമായി നിങ്ങൾക്ക് ശാരീരികമായി ബന്ധത്തിലേർപ്പെടാം. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്. ഞങ്ങളെ നിന്റെ രാജകീയ പാതയിലേക്ക് എത്തിച്ച റബ്ബേ, അടിസ്ഥാനത്തിലാണ് ഞാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. റബ്ബേ, ഈ ദൈവികമായ ഋജുവായ നേരായ ചൊവ്വായ വക്രതയില്ലാത്ത നീതിയുടെ നേരായ റൂട്ടിലേക്ക് ഞങ്ങളെ എത്തിച്ച റബ്ബേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയുടെ ഉത്തരമായി ലോകത്തിന്റെ രക്ഷിതാവേ, ഋജുവായ നേരായ പാതയിൽ ഞങ്ങളെ വഴി നടത്തുന്ന റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല, നിനക്കെത്ര സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചാലും മതിയാവില്ല. അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ് എന്ന് എത്ര തവണ പറഞ്ഞാലും മതിയാവില്ല. നിൽക്കട്ടെ, ഈ ലോകരക്ഷിതാവ് തന്ന മഹാഭാഗ്യമാണ്, സആദത്താണ്, സൗഭാഗ്യമാണ് ഈ രാജകീയ പാതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റിയെന്നത്. എന്നാൽ ലിബറലിസ്റ്റുകൾ പറയുന്നത് എന്താണെന്നറിയോ? മറുപടി പറഞ്ഞവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മയുമായും പെങ്ങളുമായും മകളുമായും ശാരീരിക ബന്ധത്തിലേർപ്പെടാം. 1 സമ്മതമുണ്ടാകണമെന്ന് മാത്രം. 2 റീപ്രൊഡക്റ്റീവ് നടക്കരുത് എന്ന് ഉറപ്പുവരുത്തണം. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കൂട്ടിയടിച്ച് പുതിയ തലമുറയുടെ മുമ്പിൽ ഞങ്ങൾ വിജ്ഞാനത്തിന്റെ വലിയ ശേഖരങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ലിബറലിസ്റ്റുകളുടെ മറുപടി എന്താണെന്നറിയോ? ഉമ്മയുമായും പെങ്ങളുമായും മകളുമായും ശാരീരിക ബന്ധത്തിലേർപ്പെടാം, പക്ഷേ അതിൽ മക്കളുണ്ടാകരുത് എന്ന നിബന്ധന നിർബന്ധമായി പാലിക്കണം. ഇതാ ഇവന് മറുപടി പറയാനുണ്ടായിരുന്നത്. ഇത് പറ്റില്ല എന്നല്ല, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്നല്ല, അതിൽ മക്കളുണ്ടാകാതിരുന്നാൽ മതി. ഈ കേൾവിയാണ് നമ്മുടെ മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകളാണ് നമ്മുടെ പുതിയ തലമുറ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന ലോകത്തെ കുറിച്ച് ന്യായീകരിക്കാനും പറയാനും ആയിരക്കണക്കിന് നാവുകൾ ഉണ്ടാകും. ഇത് പറയുമ്പോൾ എനിക്കെതിരെ എന്റെ ഈ ലൈവിനടിയിൽ വന്ന് പല കമാൻഡുകളും പറയാൻ ആളുകൾ ഉണ്ടാകും. പക്ഷേ ആരെന്തു പറഞ്ഞാലും സിനിമ എന്ന് പറയുന്നത് അഭിനയത്തിന്റെ മാസ്മരിക ലോകമാണ്. അത് ജീവിതത്തിന്റെ റിയൽ രംഗങ്ങളെ പഠിപ്പിക്കുന്ന ഒന്നല്ല, ജീവിതത്തിന്റെ ലൈഫിന്റെ യാഥാർത്ഥ്യങ്ങളെ പഠിപ്പിക്കുന്ന ഒന്നല്ല. അത് അഭിനയത്തിന്റെ ഒരു മാസ്മരിക ലോകമാണ്, ഒരു മായാലോകമാണ്. അല്ലേ? ആണ് എന്ന് അഭിനയിക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാം. അതാണ് ഒറിജിനൽ ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന പുതിയ തലമുറ. അതുതന്നെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ജീവിതം ശരിയാക്കാൻ ശ്രമിക്കുന്ന, അഭിനയങ്ങളെ കണ്ട് യാഥാർത്ഥ്യമായി ജീവിതം അതുപോലെ നടത്താൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുടെ അപകടത്തിലെത്തി തീർന്ന എത്ര വാർത്തകളുണ്ട്, എത്ര വാർത്തകളുണ്ട്. ഇവിടെയാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, മനുഷ്യക്കൂട്ടത്തിലുണ്ട് എന്താ, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ത്? വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നതിനു വേണ്ടി വിനോദ വാർത്തകളെ
വിലക്ക് വാങ്ങുന്നവർ വമിനന്നാസ് മനുഷ്യ കൂട്ടത്തിലുണ്ട്. നാം TV വാങ്ങിയത്, നാം കമ്പ്യൂട്ടർ വാങ്ങിയത്, നാം നെറ്റ് റീചാർജ് ചെയ്തത് അല്ലേ, അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയത് അധ്വാനിച്ചുണ്ടാക്കിയ, കച്ചവടം ചെയ്തുണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, സിസ്റ്റം, അതുപോലെ തന്നെ TV, അതുപോലെ ടാക്കീസിലേക്ക് പോകുന്ന ചെലവ്, അല്ല അവിടേക്ക് പോകുന്ന മറ്റു ചിലവുകൾ എല്ലാം പണമുടക്കിയാണ്. എന്നിട്ട് എന്തു നേടി? ആ നേട്ടത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നു എന്നതല്ലാതെ എന്തു ലാഭമാണ് ഈ സിനിമാ ലോകം കൊണ്ട്? പുതിയ തലമുറയോടും കഴിഞ്ഞുപോയ തലമുറയോടും എന്തു നേടി? സിനിമാ രംഗത്ത് ജീവിക്കുന്ന നടിമാരെ കുറിച്ചും നടന്മാരെ കുറിച്ചും ജീവിതത്തെ കുറിച്ചൊന്ന് നിങ്ങൾ അന്വേഷണം നടത്തി നോക്കൂ. എത്രയാണ് അവിടെ ജീവിതത്തിൽ, ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഭാര്യയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റിയിട്ടുള്ളത്? അധിക പേരും ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയവരാണ്. അവിടെ വ്യക്തി ജീവിതത്തിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആളല്ല, ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇത് കണ്ടുകൊണ്ടാണ് പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലിബറലിസ്റ്റുകളെ കേട്ട്, ഈ നിരീശ്വരവാദികളുടെ വർത്തമാനങ്ങൾ കേട്ട്, അവിടെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടാണ് പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണേ എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഗൗരവത്തോടുകൂടി ജാഗ്രത പാലിക്കണം. കുറ്റിക്കാട്ടൂരിലെ മനുഷ്യരെ, വിസ്തത്തിന്റെ യൂത്ത് വിഭാഗം ഈ അങ്ങാടിയുടെ ഈ മനോഹരമായ പ്രദേശത്ത് ഇവിടെ നൂറുകണക്കിന് ചെയറുകളിട്ട് ഒരുപാട് ആളുകൾ ഇരുന്ന് നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരുത്തി നിങ്ങളെ കേൾപ്പിച്ചത് ഞങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, വിശാലമായി വിഷയത്തെക്കുറിച്ച് കേൾക്കാൻ അന്ന് ഫെബ്രുവരി 10-ാം തീയതി 11-ാം തീയതി മലപ്പുറത്തേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ്. സംസ്ഥാന തലത്തിൽ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ കേരള യൂത്ത് കോൺഫറൻസ് എന്ന് പേരിട്ടുകൊണ്ട് ഇവിടുത്തെ യുവാക്കളെയും യുവതികളെയും അണിനിരത്തി അവരോട് ചില സത്യങ്ങളെ തുറന്നു കാണിക്കാനുണ്ട്, ബോധ്യപ്പെടുത്താനുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുണ്ട്. വിശ്വാസരംഗത്തെ അപജയങ്ങളെയും അപകടങ്ങളെയും ഇതാ പിടികൂടുന്നതിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് ഓർമ്മപ്പെടുത്താനുണ്ട്. ഇവിടെ മൂസ സലാഹിക്കാര വിശ്വാസരംഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? മുദബ്ബിറുൽ ആലമിനെ കുറിച്ച് പറഞ്ഞില്ലേ? മുദബ്ബിറുൽ ആലം, അൽ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ? എന്താണ് അൽ ആലം എന്ന് പറഞ്ഞാൽ? ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കഴിഞ്ഞ് ബാക്കി എല്ലാം ഉൾപ്പെടുന്നതാണ് അൽ ആലം എന്ന പദത്തിന്റെ അർത്ഥം. എത്ര വിശാലമാണ് ആ പദം! അതാണ് നമ്മൾ ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കുന്നത്. വിളിപ്പാടകലെ കിടക്കുന്ന ചിത്തടിമിത്തൽ അബൂബക്കറിന് ഇപ്പുറം കിടക്കുന്ന കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ബഹുമാന്യനായ ഉസ്താദ്, പ്രായം കൊണ്ട് നമ്മൾ ബഹുമാനിക്കണ്ടേ? അതേ, സ്ഥാനം കൊണ്ട് നമ്മൾ ബഹുമാനിക്കണ്ടേ? ഈ ബഹുമാനത്തോടു കൂടി ഞാൻ പറയാം, നിങ്ങൾ ക്ഷണിക്കുന്നത് എന്ത്? അപ്പുറം കിടക്കുന്ന ചിത്തടിമിത്തൽ അബൂബക്കറിനെ ഇപ്പുറം കിടക്കുന്ന മറ്റൊരു അബൂബക്കർ ഉസ്താദ് എന്ന് പേരിട്ട് വിളിക്കുന്ന അയാൾ പരിശുദ്ധ ഖുർആനിലെ ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതി ലോകത്തിന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത ദുർവ്യാഖ്യാനം നടത്തി കഴിഞ്ഞുപോയ മഹാരഥന്മാർ എത്ര പേരുണ്ട് ലോകത്ത്? എത്ര പേരുടെ പേരുകൾ നമുക്ക് പറയാനാവും? എത്ര തഫ്സീറുകളുണ്ട് ലോകത്ത്? എന്നിട്ട് ലോകത്ത് ഒരു മനുഷ്യനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ദുർവ്യാഖ്യാനം നടത്തി ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ലോകം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പാവപ്പെട്ട ജനങ്ങളെ പഠിപ്പിച്ച് റബ്ബിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് ഈ മാനവകുലത്തെ അകറ്റി നിർത്തിയിട്ട്, പടച്ചവനിൽ നിന്ന് ദൂരെയാക്കിയിട്ട്, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് ഏതോ കാലത്ത് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരുടെ ചരിത്രത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പടച്ചവനിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലാഭം എന്താണ്? നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് എന്താണ്? അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ സമയമില്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക്, അവന്റെ സൃഷ്ടികളെ ക്ഷണിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലാഭം എന്താണ്? ആ ലാഭം ഇവിടുത്തെ ജീവിതത്തിന്റെ നിലനിൽപ്പാണെങ്കിൽ, ഇവിടുത്തെ ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളാണെങ്കിൽ എല്ലാം വിട്ടു പോവേണ്ട 6 അടി മണ്ണിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ഇല്ല. അത് കഴിഞ്ഞ് പ്രപഞ്ചത്തിന്റെ അനാഥനൊരുക്കുന്ന നീതിപൂർവമായ കോടതിയെ കുറിച്ച് ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത റബ്ബിന്റെ സൃഷ്ടാവായ, റബ്ബിന്റെ ഖാലിഖായ, അൽ മാലിക്കായ, അൽ മുദബ്ബിറായ റബ്ബിന്റെ കോടതിയെ കുറിച്ച് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. കാരണം കഴിഞ്ഞുപോയ
പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യര് പോലും ഈ അർത്ഥത്തിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. അബദ്ധം ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല, നബിമാരെ എതിർത്തവർ പറഞ്ഞിട്ടില്ല. വേണ്ട, റാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ഫിർഔനിന്റെ മുന്നിലേക്ക് 2 പ്രവാചകന്മാർ ചെന്നില്ലേ? സൂറത്ത് ത്വാഹ നിങ്ങൾ മറിച്ചു നോക്കൂ. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ ഖാല ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. തുടർന്ന് സംസാരിച്ചു പോവുകയാണ് സൂറത്ത് ത്വാഹയിൽ. റാംസസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിലേക്ക് ചെന്ന് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ വഹ്ദാനിയത്ത് പറയാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ല പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ നാവിന് കെട്ടിക്കുടുക്കുകളുണ്ടല്ലോ, കൊഞ്ഞപ്പടയുണ്ടല്ലോ, മാറ്റിക്കൊണ്ട അല്ലാ റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. അറിയില്ലേ നമുക്ക് സൂറത്തിൽ പറഞ്ഞ ആയത്തുകൾ നമുക്കറിയില്ലേ? എന്റെ നാവിന്റെ കെട്ടിക്കുടുക്കഴിച്ചുകൊണ്ട് റബ്ബേ, എന്റെ മനസ്സിന് വിശാലത കൊണ്ട് അല്ലാ പേടിയില്ലാതെ അങ്ങോട്ട് കടന്നു ചെല്ലാനുള്ള പ്രാർത്ഥന നിർവഹിക്കുകയാണ്. കൂടെ എന്റെ സഹോദരനായ ഹാറൂനെ സഹായത്തിനായി വിട്ടുകൊണ്ട് റബ്ബേ പ്രാർത്ഥിച്ചു. അങ്ങനെ അല്ല പോവാൻ പറഞ്ഞു. ചെന്നപ്പോ ഫിർഔൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആരാ ഫിർഔൻ? ഇന്ന് CM-നെ കുറിച്ച് പറയുന്നെന്തറിയോ? CM എന്നൊരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. അയാൾ ഒരു പാപമാണ്, മാനസിക വിഭ്രാന്തി സംഭവിച്ച, മാനസിക നിലതെറ്റിയ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരുപക്ഷേ മാനസിക നിലതെറ്റിയവർക്ക് പടച്ചവന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റും. കാരണം പടച്ചവനെല്ലാം അറിയുന്നവനാണല്ലോ, അല്ലേ? ബുദ്ധിയില്ലാത്തവരെ അല്ലാഹു ശിക്ഷിക്കുമോ? ഇല്ല. ബുദ്ധിയുണ്ടെങ്കിൽ, മാനസിക നില തെറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വർണത്തിന്റെ ചെയിൻ ഉപയോഗിക്കുമോ? ഒരു മുസ്ലിം സ്വർണ്ണ ചെയിൻ കഴുത്തിലിട്ട് നടക്കുമോ? അത് CM സ്വർണ്ണ ചെയിൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതാരാ? മൂസാ സ്വലാഹിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അവര് പറയുന്ന പ്രസംഗത്തിലും അവരെഴുതിയ പുസ്തകങ്ങളിലും ഉള്ളതാണ്. സ്വർണ്ണ ചെയിൻ ഉപയോഗിക്കാറുണ്ട്. റമദാനിൽ പകൽ സമയത്ത് ചായ കുടിക്കും. ആര്? വലിയ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലെ കുത്തുബുല്ലാലമായി ലോകത്തെ തന്നെ മുഴുവനും നിയന്ത്രിക്കുന്ന അച്യുതണ്ടായിരിക്കുന്ന ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യന് റമദാനിന്റെ പകല് ചായ കുടിക്കും. കാണാൻ വരുന്നവരെ കൊണ്ട് കുടിപ്പിക്കും. സിഗരറ്റ് വലിക്കും. കാണാൻ വരുന്നവരെ കൊണ്ട് വലിപ്പിക്കും. നാട്ടിലെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. എന്നിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകും. ഹോട്ടലിന്റെ ഉടമ അയാളുടെ ഒരു പ്രാവശ്യം തുണി വാങ്ങി വെച്ചു. അങ്ങനെ തുണിയില്ലാതെ കുറ്റിക്കാട്ടിലേക്ക് ഓടിപ്പോയി. ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? പാവമാണ് മനുഷ്യൻ. അയാൾക്ക് മാനസിക നില തെറ്റിയ മനുഷ്യനായിരുന്നു. അയാളാണത്രേ ഇപ്പോ ഒരു ഉസ്താദിന്റെ പ്രസംഗം എന്താണെന്നറിയോ? ഖബറിൽ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ്. CM എന്ന് പറയുന്ന വ്യക്തി ഖബറിൽ മലന്ന് കിടക്കുകയാണ്. എന്നിട്ട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോകുന്നത് കാണുകയാണ്, നോക്കി കാണുകയാണ്. ട്രെയിന് പോകുന്നത് ശരിക്ക് കാണുന്നു, കൺട്രോൾ ചെയ്യുന്നു. റോഡിൽ പോകുന്ന വാഹനങ്ങളൊക്കെ കാണുന്നു, നിയന്ത്രിക്കുന്നു. ആര്? ഒരു ഉസ്താദിന്റെ പ്രസംഗമാണ്. ഇവിടെ ക്ലിപ്പിട്ട് സംസാരിക്കാൻ നേരമില്ല. ചിത്തടിമിത്തൽ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു പോയിട്ട് ഖബറിൽ ഇങ്ങനെ മലന്ന് കിടന്ന് ഫ്ലൈറ്റുകൾ പോകുന്നത് കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ട്രെയിനുകൾ പോകുന്നത് കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളെ കാണുന്നു, നിയന്ത്രിക്കുന്നു. എന്നാ പിന്നെ ഒരു 6 പിന്നെ സ്ലാബ്, സിമെന്റിന്റെ സ്ലാബ് വെച്ചതോ വല്ല കല്ല് വെച്ചതോ അത് ഖബറിന്ന് എടുത്തു മാറ്റിയിട്ട് എല്ലാം കണ്ട് മലന്ന് കിടന്ന് 6 അടി മണ്ണിൽ കിടക്കാതെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നൂടെ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാനുള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും ഈ സമൂഹത്തോട്? എല്ലാം നോക്കിക്കാണുകയാണ്. ഇതൊന്നും CM പറഞ്ഞതല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ച മനുഷ്യന് കുടുംബക്കാര് CM-ന്റെ മുന്നിലേക്ക് ഓടി. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് പോയി, പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. CM പറഞ്ഞു, നടക്ക്, അങ്ങോട്ട് നടക്ക്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നാണ് ഇവിടെ അടുത്തല്ലേ, ആ മെഡിക്കൽ കോളേജിലേക്ക് CM അങ്ങ് വന്ന് എവിടെ? ബെഡിൽ കിടത്തിയിരിക്കുന്ന മയ്യത്തിന്റെ മുന്നിൽ, തുണി മൂടി കിടത്തിയിരിക്കുന്ന മയ്യത്തിന്റെ മുന്നിൽ CM വന്നിട്ട് പറയാണ്, എഴുന്നേൽക്ക്, പോവാനായിട്ടില്ലാന്ന്. ഏയ് എഴുന്നേൽക്ക്, പോവാനായിട്ടില്ലാന്ന്. മരിച്ചാലോട് അത് എഴുന്നേറ്റു എന്നാണ് CM-നെ കുറിച്ച് പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഈ സമൂഹത്തെ തെറ്റായ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഏതോ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേര് പറഞ്ഞ് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ പാതയിൽ നിന്ന് വഴിതെറ്റിച്ച് നടന്നു പോകുമ്പോ അരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ ജനാധിപത്യ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറയണോ പറയണ്ടേ എന്ന് ഞങ്ങൾ നാട്ടുകാരോട് ചോദിക്കാൻ
ആഗ്രഹിക്കുകയാണ് ഈ സമയം. ഈ തെറ്റായ റൂട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കും ഇല്ലേ സുഹൃത്തുക്കളെ? എന്തൊക്കെയാണ് പറയുന്നത്? ജീവിതകാലത്ത് CM-ന്റെ വീട്ടില് വീടിന്റെ പുറത്തുള്ള തിണ്ണയിൽ ഒരാൾ ഇരിക്കുകയാണ്. ഉമ്മ ചോദിച്ചു, ആരാ മോനെ പുറത്തിരിക്കുന്നത്? ആരാ മോനെ നിന്റെ കൂടെ കഞ്ഞി കുടിക്കുന്നത്? ഈ CM-ന്റെ മറുപടി എന്താ അറിയോ? കഞ്ഞി എന്റെ കൂടെ കുടിക്കുന്നത് ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പുറത്ത് തിണ്ണയിൽ ഇരിക്കുന്നതോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇതൊക്കെ ഒരു ഉസ്താദുമാരുടെ പ്രസംഗ. എന്തിനാ ഇത് പറയുന്നത്? ഈ CM ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ജിബ്രീലൊക്കെ ഇടക്കിടക്ക് കാണാൻ വന്ന് പെർമിഷൻ കിട്ടാൻ വേണ്ടി പുറത്ത് മുറ്റത്ത് തിണ്ടത്തിരിക്കലായിരുന്നു എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ മായാവിക്കഥകളും കെട്ടുകഥകളും പറഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് സമൂഹത്തെ കെട്ടുകഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. കല്യാണത്തിന് പ്രായമായി, കല്യാണം വന്നു, പൈസയില്ല. വേറെ ഉസ്താദിന്റെ പ്രസംഗമാണ്. അയിലക്കാട് ഉപ്പാപ്പാന്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറയും. നേരെ പച്ചക്ക് പ്രസംഗിക്കുകയാണ് പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ. ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കെട്ടുകഥ പറഞ്ഞോ? മൂസ സലാഹി പ്രസംഗിച്ചപ്പോ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ പ്രസംഗിച്ചിട്ട് ഒരു കെട്ടുകഥ നിങ്ങളുടെ മുമ്പിൽ വെച്ചോ? സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സംസാരം തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു സാങ്കല്പിക കഥ പറഞ്ഞോ? ഏതെങ്കിലും ഒരു കെട്ടുകഥ പറഞ്ഞോ? അള്ളാഹുവിന്റെ ഖുർആനാ നിങ്ങളോട് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ചാ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ ക്ഷണിക്കുന്നത് പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിലേക്കാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങൾ എന്താ? യാ യുഹന്നാസു അബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 21-22 വചനങ്ങളാണ്. ഓ മനുഷ്യരെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും നിരീശ്വരവാദികളും മുസ്ലിങ്ങളും എല്ലാവരും പെട്ടു. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ്. വർഗീയതയുണ്ടോ അതില്? വിഭാഗീയ ചിന്തകളുണ്ടോ അതില്? ഏതെങ്കിലും ചേരിതിരിവുണ്ടോ അതില്? കൃഷ്ണനോട് പറയാം, രാമനോട് പറയാം, ജോസഫിനോട് പറയാം, ഇവിടുത്തെ ലിബറലിസ്റ്റുകളോട് പറയാം, ഇവിടുത്തെ മുസ്ലിങ്ങളോട് പറയാം, സംഘടനയിൽപ്പെട്ടവരും പെടാത്തവരോടും പറയാം. എന്ത്? മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ റബ്ബിനെയാണ്. തെറ്റുണ്ടോ? ഈ ഭൂമി നിങ്ങൾക്ക് വിധാനിച്ചു തന്ന, ആകാശത്തെ മേൽക്കൂരയാക്കി നിർത്തി തന്ന, അവിടെ നിന്ന് ആവശ്യാനുസൃതം വെള്ളമിറക്കി തന്ന, മഴ പെയ്യിപ്പിച്ചു തന്ന, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഉൽപാദനങ്ങളെ ഉൽപാദിപ്പിച്ചു തന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ടല്ല പറയാ, അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആ റബ്ബിനെ നിങ്ങൾ സമന്മാരെ വെക്കരുത്, പകരക്കാരെ വെക്കരുത് എന്ന് അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. ഇത് കടുത്ത അപരാധമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. അത് പറയാൻ അള്ളാഹ്ക്ക് അവകാശമുണ്ട്. എന്നെ ജനിപ്പിച്ചവൻ അവനാണ്, നിങ്ങളെ ജനിപ്പിച്ചത് അവനാണ്, നമ്മെ മരിപ്പിക്കുന്നത് അവനാണ്, നമുക്കെല്ലാ സംവിധാനം ഒരുക്കിയത് അവനാണ്, ഇവിടുത്തെ ഓക്സിജൻ സംവിധാനം തന്നത് അവനാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? ഉമ്മ എന്ന് പറയുന്ന മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കവേ ആ ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിറ്റാമിനുകൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലേക്ക് എത്താൻ ഒരു കേബിൾ വയറിട്ടുകൊണ്ട്, മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു പൈപ്പ് ലൈൻ ഇട്ട് തന്നുകൊണ്ട്, ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകളെ എന്റെ ജീവിത വളർച്ചയ്ക്ക് വേണ്ടി എന്റെ ശരീരത്തിലെത്തിക്കാൻ ഒരു കേബിൾ വയറിട്ട്, ഇതാ ശരീരത്തിന്റെ വയറിന്റെ അടിഭാഗത്ത് പൊക്കിൾ എന്ന് പറയുന്ന ഒരു മുദ്ര അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? മാതാവിന് നേരെ കഞ്ചാവ് അടിച്ചു വന്ന്, മാതാവിന് നേരെ കള്ളു കുടിച്ചു വന്ന്, മാതാവിനെതിരെ ലഹരി അടിച്ചു വന്ന്, ആ നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് നേരെ, അമ്മക്ക് നേരെ കാലോങ്ങുമ്പോ ആ മുദ്ര നിന്നോട് പറയും, അരുത്, അരുത്. നിന്റെ വയറ്റത്ത് കിടക്കുന്ന പൊക്കിൾ എന്ന് പറയുന്ന ഒരു ചെറിയ കുടിയടയാളമായി കിടക്കുന്ന പൊക്കിൾ എന്ന അടയാളമുണ്ടല്ലോ, അത് ഉമ്മ കഴിച്ച ഭക്ഷണത്തിന്റെ വിറ്റാമിനുകൾ നിന്റെ ശരീരത്തിലേക്ക് കേബിൾ വയറിട്ട് തന്നതുപോലെ ബന്ധപ്പെടുത്തിയ അടയാളമാണ്. സർജറിക്ക് പോലും മാറ്റിവെക്കാനാവാത്ത വിധത്തിൽ ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്ന അടയാളമായിട്ടാണ് വൈദ്യശാസ്ത്ര ലോകം അതിനെ കുറിച്ച് പറയുന്നത്. ആ ഉമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനം, ആ ഉപ്പക്ക് കൊടുക്കേണ്ട സ്ഥാനം, അതൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ ശരിക്കിങ്ങനെ പഠിപ്പിച്ചു തരേണ്. 18 വയസ്സ് പൂർത്തിയാകുമ്പോ കോടതിയുടെ മുറ്റത്ത് ചെന്ന് കാമുകന്റെ കൈപിടിച്ച് കോടതിയിലേക്ക് കയറി ചെന്ന് നൊന്ത് പ്രസവിച്ച വേദനക്കുമേൽ വേദന സഹിച്ച് പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഉമ്മ ഏത് പാതിരാത്രിയിലും കടന്നു വന്നപ്പോ
നീ കട്ടിലിൽ കിടക്കുമ്പോ, തൊട്ടിലിൽ കിടക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, നിന്റെ അടുക്കൽ വന്ന് നിന്റെ കാലിലും നിന്റെ വയറ്റത്തും നിന്റെ നെഞ്ചിടത്തിലും നിന്റെ ചുണ്ടിലും നിന്റെ നെറ്റിയിലുമൊക്കെ ഉമ്മ വെച്ച് നിന്നെ ഉണരാതെ കരുതലോടുകൂടി ഉമ്മ വെച്ച് അവിടേക്ക് കിടക്കാൻ പോയ പച്ചക്കറി കച്ചവടക്കാരനായ, കൂലിപ്പണിക്കാരനായ, റിക്ഷാ ഡ്രൈവറായ, ബിസിനസ്സുകാരനായ, കച്ചവടക്കാരനായ നിന്റെ വാപ്പയുണ്ടല്ലോ, ആ വാപ്പയും ഉമ്മയും കോടതിയിൽ വന്ന് നിൽക്കുമ്പോ മറുഭാഗത്ത് ഇന്നലെ പരിചയപ്പെടുത്തിയ ഇക്കളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് നിന്നെ ഒരു മായാലോകത്തിലേക്ക് മാടി വിളിച്ച, നീ കാമുകരെന്ന് പേരിട്ട് വിളിക്കുന്ന ഈ പെൺകുട്ടി കോടതിയിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഒരു കോടതിയിൽ ഒരു പെൺകുട്ടിയുടെ വർത്തമാനം എന്താണെന്നറിയോ? എന്റെ ഉമ്മയും എന്റെ വാപ്പയും ഇവൻ തന്നതുപോലെ എനിക്ക് സ്നേഹം തന്നിട്ടില്ല. എന്താണ് ഈ വാക്ക്? കാമുകൻ തൽക്കാലം നിന്റെ ശരീരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന, നിന്നെ ചതിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ നിന്നെ കൊന്നു തീർക്കാൻ ആഗ്രഹിക്കുന്ന, നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ വെളുവെളുത്ത തൊലി മാത്രം കണ്ട് നിന്റെ പിറകെ കൂടുന്ന ഈ കാമുകൻ തരുന്ന ഇക്കിളിപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ വർത്തമാനം നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് പറയാനാകുമോ? നിന്റെ പിതാവായി നിൽക്കുന്ന നിന്റെ വാപ്പക്ക് പറയാനാകുമോ? എന്നിട്ട് കോടതിയിൽ ഒരു പെൺകുട്ടി പറഞ്ഞതാ, ഇവൻ തന്ന സ്നേഹം എനിക്ക് എന്റെ വാപ്പയും ഉമ്മയും തന്നിട്ടില്ല. ആ ജഡ്ജി പോലും പറഞ്ഞു, മോളെ പൊയ്ക്കോ നിന്റെ ഉപ്പാന്റെ കൂടെ, പൊയ്ക്കോ നിന്റെ ഉമ്മാന്റെ കൂടെ. ഒരു 10-15 ദിവസം പോയിട്ട് ഈ മാതാപിതാക്കളുടെ കൂടെ നിന്നിട്ട് മനസ്സ് മാറുന്നില്ലെങ്കിൽ ഞങ്ങള് നിനക്ക് വേണ്ടി ഇവന്റെ കൂടെ വിവാഹം റെഡിയാക്കി തരാം. കോടതി അതിന് റെഡിയാണ് എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടി കാമുകന്റെ കൈ പിടിച്ച് പറഞ്ഞതില്ല, ഞാൻ പോവുന്നില്ല, ഞാൻ ഇവന്റെ കൂടെ പോവുകയാണ് എന്ന്. ഈ നൊന്ത് പ്രസവിച്ച മാതാവിന്റെ തുമ്പുണ്ടല്ലോ, മഫ്തയുടെ അഗ്രഭാഗം പൊക്കി പിടിച്ച് കണ്ണിൽ നിന്ന് തുരുതുരാ ഒഴുകിത്തീരുന്ന കണ്ണുനീര് തുടച്ചു മാറ്റി, ബാപ്പ തന്റെ കയ്യിൽ കർച്ചീഫില്ലാത്തത് കൊണ്ട് ഉടുത്തിരിക്കുന്ന മുണ്ടിന്റെ തുണിയുടെ അഗ്രഭാഗം ഉയർത്തിപ്പിടിച്ച് കണ്ണു തുടച്ച് അവർ വന്ന കാറിലേക്ക് അവരെ ഇങ്ങനെ വീടാൻ പോകുമ്പോ താങ്ങി പിടിച്ച് കൊണ്ടുപോയി ഇരുത്തി. അതൊന്നും കാണാതെ ആ കാറിലേക്ക് കയറുമ്പോ ഒന്നുകൂടി വിളിച്ചു നോക്കി, മോളെ വീട്ടിൽ വിളിക്കുന്ന പേര് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ 18 വർഷക്കാലം നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ് ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും നടത്തം നടന്ന് കാമുകന്റെ ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾക്ക് മുന്നിൽ മാതാവിനെയും പിതാവിനെയും അവോയ്ഡ് ചെയ്ത് നടന്നുപോയ നീ രക്ഷപ്പെടുമെന്നാണോ നീ വിചാരിക്കുന്നത്? ആണോ? അതിലൂടെ നിന്റെ വിശ്വാസം എവിടെ എത്തുമെന്നാണ് നീ വിചാരിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിമിനോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആനിൽ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരു വേദഗ്രന്ഥം ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ, പറയൂ നിങ്ങൾ, ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ദൈവത്തെ, പ്രപഞ്ചനാഥൻ ആരാധിക്കണേ എന്ന് പറഞ്ഞിട്ട് 2ാം സ്ഥാനത്ത് വബിൽ വാലിദൈനി ഇഹ്സാന, നിന്നെ നൊന്ത് പ്രസവിച്ച ഉമ്മയോടും അതിനെ പോറ്റി വളർത്താൻ കാരണക്കാരനാക്കി ദൈവം വെച്ച ആ വാപ്പയോടും നിങ്ങൾ നന്മ കാണിക്കണേ, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണേ എന്ന് പഠിപ്പിക്കുന്ന, അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഈ ലിബറലിസ്റ്റുകൾക്ക് ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനാകുമോ? സ്വതന്ത്രവാദികൾക്ക് ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനാകുമോ? ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എല്ലാം ചേർത്താണ് ഞാൻ പറയുന്നത്. ഒരു വിഷയത്തിലൂടെ തന്നെ പോവുകയില്ല. ചില കോർണറുകളിൽ നിന്ന് പൊറുക്കിയെടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടു തന്നതാണ്. നിങ്ങൾ അതിനെ ചേർത്ത് വായിച്ച് നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ആലോചനയും ഞാൻ പറഞ്ഞ ചില വാക്കുകളിലൂടെ അറിവിന്റെ സാഗരങ്ങളെ തേടി പോവേണ്ടതുണ്ട്, അറിവിന്റെ ശേഖരങ്ങളെ തേടി പോവേണ്ടതുണ്ട്. അത് ഗൗരവത്തോടുകൂടി ആലോചിക്കാനും ഗൗരവത്തോടുകൂടി ചിന്തിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചില സൂചനാത്മകമായ സംസാരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് വിശ്വാസരംഗത്തെ ചതിച്ചു കളഞ്ഞ് വിശ്വാസത്തെ തന്നെ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവർക്ക് മുന്നിൽ കൊണ്ടുപോയി വെച്ച് ചതിച്ചു കളഞ്ഞ് ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഖുർആൻ മര്യാദ കോതാൻ പോലും അറിയാത്ത നൂറെ ഹബീബ് എന്നൊക്കെ പേരിട്ടുകൊണ്ട് നടക്കുന്ന ഒരു തങ്ങളെ, ഞാൻ അയാളെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും പടച്ചവനെ ഈ വാക്കുകൊണ്ട് എന്തെങ്കിലും ഒരു അനിഷ്ടകരമായതുണ്ടെങ്കിൽ നീ എനിക്ക് പുറത്തു തരണേ, സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള വർത്തമാനമാണ്. എന്താണ് അയാൾക്കറിയാ? ഖുർആൻ ഓതാൻ അറിയോ? ഒരു ഹദീസ് നേരെ പറയാൻ അറിയോ? ഇല്ല. എന്നിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഈ മനുഷ്യരെ ക്ഷണിക്കുക, എല്ലാവരും എൻ്റെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരണമെന്ന് പറയുക, അഡ്മിന്മാർക്ക് വേണ്ടി പ്രത്യേക മീറ്റിംഗ് വെക്കുക. ഒരിക്കലും ഇയാൾ പറഞ്ഞു കൊടുക്കണ കഥ എന്താ അറിയോ? ഒരു വലിയ സദസ്സിൽ കുറെ ഉസ്താദുമാരൊക്കെ സ്റ്റേജിലുണ്ട്. ഇയാൾ പറയാണ്,
ഇയാൾ എന്താ പറയണത്? എനിക്ക് പരിചയമുള്ള ഒരു തങ്ങളുണ്ട്, ഇവിടെ പാണക്കാട് തങ്ങളെ കുറിച്ചോ വേറെ ഏതെങ്കിലും തങ്ങന്മാരെ കുറിച്ചൊന്നുമല്ല ഇയാൾ പറയുന്നത്. ശരി, നിൽക്കട്ടെ. ഇയാൾ പറയുന്നത് എന്താ? എനിക്ക് പരിചയമുള്ള ഒരു തങ്ങളുണ്ട്. എന്തിനാ ഇയാൾ ഈ കഥ പറയുന്നത്? തങ്ങളെ ഞാനും, അപ്പൊ തങ്ങന്മാരുടെ വാക്കൊക്കെ ഫലിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇയാൾ പറയാ. ഈ നൂറെ ഹബീബ് തങ്ങള് ഈ സമയത്ത് കൊറോണയുടെ സമയത്തുണ്ടായ തങ്ങളാണ്. ആയിക്കോട്ടെ, ഇയാൾ പറഞ്ഞു കൊടുക്കണം എന്താ? എനിക്ക് പരിചയമുള്ള ഒരു തങ്ങളുണ്ട്, നന്നായിട്ട് കള്ളു കുടിക്കും. വലിയ സംഭവമായിട്ടാ പറഞ്ഞു കൊടുക്കുക, അംഗീകാരമായിട്ടാ പറഞ്ഞു കൊടുക്കണേ. എനിക്ക് പരിചയമുള്ള ഒരു തങ്ങളുണ്ട്, നന്നായിട്ട് കള്ളു കുടിക്കും. ഒരു ദിവസം കള്ളു കുടിച്ച് മത്ത് പിടിച്ചിങ്ങനെ വരുമ്പോ ഒരു തെങ്ങ് കണ്ടു. ആ തെങ്ങിലേക്ക് അങ്ങ് ഓടിക്കയറി. സാധാരണ കള്ളുടിക്കാത്ത ആക്കന്നെ തെങ്ങ് പെട്ടെന്ന് കയറാൻ കഴിയൂല. ശരി, കള്ളൊക്കെ കുടിച്ചു വരുന്ന മത്ത് പിടിച്ചു വരുന്ന ആള് ഒരു തെങ്ങ് കണ്ടപ്പോ അങ്ങോട്ട് ഓടിക്കയറി നേരെ ഇളനീര് വെട്ടി താഴെ ഇറങ്ങി. ആ ഇളനീര് വെട്ടി ഇങ്ങനെ കുടിക്കുക. അപ്പൊ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, സമ്മതല്ലാതെ, ഞങ്ങളുടെ അനുവാദമല്ലാതെ തെങ്ങ് കയറിയിട്ട് നിങ്ങൾ ഇളനീരൊക്കെ വെട്ടി കുടിക്കുകയാണില്ലേ? അപ്പൊ ഈ തങ്ങൾ പറഞ്ഞത്രേ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ ഇളനീരെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ? എന്നാൽ ഇനി ഈ തെങ്ങ് ഒരിക്കലും കായ്ക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ആ തെങ്ങ് കായ്ച്ചിട്ടില്ല. ഇത് കള്ളുകുടിയനായ തങ്ങളുടെ കറാമത്താണത്രേ. മനസ്സിലായോ? കള്ളുകുടിയനായ തങ്ങളുടെ കറാമത്ത്. ഇത് കേട്ടിട്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തി ഈ പ്രസംഗിക്കുന്ന ആളോട് എന്തു വട്ടാങ്ങൾ പറയുന്നത്, എന്തു വട്ടാൻ നിങ്ങൾ പറയുന്നത്? മനുഷ്യർക്ക് മുമ്പിൽ വയല് പറയാൻ വന്നിട്ട്, സലാത്തിന്റെ പേര് പറഞ്ഞു വന്നിട്ട്, ഒരു സ്ഥാപനത്തിന്റെ പിരിവിന്റെ പേരും പറഞ്ഞു വന്നിട്ട്, അതല്ലെങ്കിൽ പാവപ്പെട്ട അനാഥകളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വന്നിട്ട് എന്താണ് ഈ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. കള്ളുടിക്കാൻ പറ്റുമോ ഇസ്ലാമില്? പറ്റുമോ? ഇത് കള്ളുകുടിയന്റെ കറാമത്ത് പറ്റുമോ? വേറൊരാൾ പറയണ എന്താ അറിയോ? ഡൽഹിയിൽ കള്ള് കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീ വന്നിട്ട്, ഞാൻ ആളെ പേരൊന്നും പറയണില്ല, ഒരു തങ്ങളെടുത്ത് വന്ന് പറഞ്ഞത്രേ, എന്റെ ഷോപ്പിൽ കച്ചവടമില്ല. എന്താ കച്ചവടം? കള്ള് ഷാപ്പാണ്, അതിൽ കച്ചവടം കുറവാണ്. അപ്പോ ശരി, ഇയാൾ പറഞ്ഞു, ഒരു പേപ്പറിൽ ഞാൻ എഴുതി തരാം, അത് കൊണ്ടുപോയിട്ട് കെട്ടിത്തൂക്കിക്കൊണ്ടിന്ന്. അങ്ങനെ കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി. എന്താ എഴുതി കൊടുത്തതെന്നൊന്നും അപ്പം മനസ്സിലായിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ത്രീ വന്നു തങ്ങളെ കാണാന്. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഭയങ്കര കച്ചവട. അപ്പൊ പേപ്പറിൽ എന്താ എഴുതിയെന്നറിയോ? ഡൽഹിയിലെ മറ്റു കള്ള് ഷാപ്പുകളിലൊക്കെ കള്ള് കുടിക്കുന്ന ആളുകൾക്ക് വല്ല അസൗകര്യവും ഉണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ കള്ള് ഷാപ്പിൽ വന്ന് കുടിക്കട്ടെ. കറാമത്താണ് ഇതൊക്കെ. ഇങ്ങനത്തെ കറാമത്താണ്. ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് കള്ള് കച്ചവടം കൂടുതൽ കിട്ടാന്, കള്ള് ഷാപ്പ് ഒന്നേ ഉള്ളൂ 2 ആവാന്, ബീവറേജ് 4 ഉള്ളത് 5 ആവാന് എഴുതി കൊടുക്കുവോ? ഇത് ഇസ്ലാമിന് യോജിച്ചതാണോ? ഇത് തെറ്റാണെന്ന് പറയാൻ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? കുറ്റിക്കാട്ടൂരിലെ മനുഷ്യരോടും ചോദിക്കുക, നിങ്ങൾ ഈ കഥ ഇതൊക്കെ ഉസ്താദുമാര് പറയുന്നുണ്ട്, ഇത് ശരിയല്ല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഇതിനു മുമ്പ്? മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ. അതുകൊണ്ട് ഈ തെറ്റായ റൂട്ടിനെതിരെ സംസാരിക്കാനാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടുത്തെ സാമൂഹ്യ തിന്മകൾക്കെതിരെ സംസാരിക്കാനാ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. മനുഷ്യർക്ക് ഗുണപ്രദമായ കാര്യത്തിലേക്ക് ക്ഷണിക്കാനാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കള്ളക്കറാമത്തിന്റെ കഥകൾ പറഞ്ഞു വരുന്നവർക്കെതിരെ സംസാരിക്കാനാ. കാന്തപുരം അബൂബക്കർ ഉസ്താദ് എന്ന് പറയുന്ന ബഹുമാന്യനായ മനുഷ്യനെ പറഞ്ഞെന്താ അറിയോ? ഇവിടെ ഒരു പെണ്ണിന് പെട്ടെന്ന് ബോധക്ഷയുണ്ടായി, മരിച്ചു എന്നെല്ലാരും പറഞ്ഞു. അങ്ങനെ ഞാനുണ്ടാക്കാറില്ല, ഏതോ കഥ പറയല്ല, കേട്ട കഥ പറയല്ല, പിന്നെ എൻ്റെ അമ്മവും പറഞ്ഞാന്ന് പറഞ്ഞിട്ട് പറയല്ല, എൻ്റെ എളാപ്പ പറഞ്ഞ കഥയാണെന്ന് പറഞ്ഞ് പറയല്ല. അങ്ങനത്തെ കുറെ കഥ ഉണ്ട്, സ്വപ്നം കാണുന്ന കുറെ ആളുകളുണ്ട്. ഇത് കാന്തപുരം ഉസ്താദ് എന്ന ബഹുമാന്യനായ പണ്ഡിതൻ പറയണേ, എനിക്ക് എൻ്റെ സ്വന്തം അനുഭവമാണ്. ഒരു കാറിൽ ഈ പെണ്ണിനെയും കുട്ടി അയിലക്കാട് ഉപ്പാപ്പാൻ്റെ അടുത്തേക്ക് പോവുക. ഒരു പെണ്ണ് ബോധം കെട്ട് എല്ലാവരും വന്ന് മരിച്ചു എന്ന്. അങ്ങനെ ഇവിടുന്ന് വിട്ടു വണ്ടി, എവിടുന്ന വിട്ടെന്നറിയില്ല, താമരശ്ശേരി എത്തിയപ്പോ, അപ്പൊ ആ റൂട്ടിൽ നിന്ന് എവിടുന്നാണ് വിടുന്നത്, താമരശ്ശേരി എത്തിയപ്പോ കാറിന്റെ 3 ടയറും പൊട്ടി. കാന്തപുരം ഉസ്താദ് സുഖമില്ലാത്ത മരിച്ചു എന്ന് വിചാരിക്കണ പെണ്ണ്, കൂടുള്ള ആളുകളൊക്കെ പോകുന്ന കാറ് താമരശ്ശേരി എത്തുമ്പോ കാറിന്റെ 3 ടയറും പൊട്ടി. ശരി, വേറൊരു കാർ റെഡിയാക്കി ആ കാറും കൊണ്ട് പോയി. അയിലക്കാട് ഉപ്പാപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ കോഴിക്കോട്ട് കൂടി എന്തിനാ പോയത് എന്ന ചോദ്യമൊന്നും നമുക്കറിയില്ല, കഥയിൽ ചോദ്യമല്ല. ഏതായാലും കോഴിക്കോട് എത്തിയപ്പോ ആ കാറിന്റെ 2ാമത് വിളിച്ച കാറിന്റെ ടയറും പൊട്ടി. എന്നിട്ട് വേറൊരു കാർ റെഡിയാക്കി നേരെ പോവാണ്. എടപ്പാളെത്തിയപ്പോ, അപ്പൊ അയിലക്കാട് ഉപ്പാപ്പുള്ള ഭാഗം മനസ്സിലായില്ലേ? എടപ്പാളെത്തിയപ്പോ, അപ്പൊ താമരശ്ശേരിയിൽ നിന്ന് എന്തിനാ കോഴിക്കോട്ടേക്ക് പോയത്? എടപ്പാള് പോവാന്. അതാ പറഞ്ഞ കഥയിൽ ചോദ്യമല്ല. ശരി, എടപ്പാളെത്തിയപ്പോ 100 പട്ടികൾ റോഡ് ബ്ലോക്ക് ആക്കുകയാണ്. കാന്തപുരം ഉസ്താദാ പറയണത്. നിഷേധിക്കാൻ പറ്റുമായിരിക്കെങ്കിലും
100 പട്ടികൾ റോഡ് ബ്ലോക്കാക്കി. കറക്റ്റ് എണ്ണ 99 ആയിട്ടില്ല, 101 ആയിട്ടില്ല, 100 പട്ടി. ഭയങ്കര തിരക്കിൽ ഒരു പെണ്ണ് മരിച്ചു എന്ന് പറഞ്ഞ് ജീവൻ കിട്ടും തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ കറക്റ്റ് എണ്ണ 100 പട്ടികൾ റോഡ് ബ്ലോക്കാക്കി. എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ത്രീ ഒന്ന് ഉണർന്നു. അയിലക്കാട് ഉപ്പാപ്പാന്റെ ജാറത്തിലോ എന്തോ കൊണ്ടുപോയി കയറ്റി. 2-3 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് 4ാമത് വിളിച്ച കാറിലേക്ക് ആ പെണ്ണ് നടന്നാ വന്നത്. ഞങ്ങളുടെ കൂടെ നടന്നാ വന്നത്. ഇത് കാറിൽ ഞാനും ഉണ്ടായിരുന്നു. ഇതെന്റെ നേർക്ക് നേരെയുള്ള അനുഭവമാണ് എന്ന് നമ്മൾ പണ്ഡിതനാണ് എന്ന് വിചാരിക്കുന്ന ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ് ഈ 2020 കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുത്ത കഥയാണിത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കഥ പറയണോ? ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ കള്ളക്കറാമത്തിന്റെയും കള്ള ഔലിയാക്കന്മാരുടെയും ഒക്കെ കഥകൾ പറഞ്ഞ് സമൂഹത്തെ തെറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. ഇതാരോടുമുള്ള വാശിയല്ല, ഇതാരോടുമുള്ള പ്രശ്നത്തിന്റെ പേരിലുള്ള തർക്കത്തിന്റെ പേരിലുള്ള സംസാരമല്ല. ഇത് ചില ആളുകൾക്ക് പ്രയാസമായി തോന്നിയേക്കാം. പക്ഷെ ആ പ്രയാസം ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ രോഗിക്ക് വേദനയുണ്ടാവാറുണ്ട്. വേദന പെട്ടെന്ന് അറിയാതിരിക്കാൻ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഇത് പറയുമ്പോൾ ആദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് കയ്പായി തോന്നിയേക്കാം. പക്ഷെ പിന്നീട് അത് മധുരിക്കും, സത്യമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന 100 കണക്കിന് മനുഷ്യരിൽ പലരും ഇതാദ്യ സമയത്ത് കയ്പോടുകൂടി കണ്ടവരാണ്. ഈ സംസാരിക്കുന്ന ഞാനടക്കം പ്രിയപ്പെട്ടവരെ ഇത് കയ്പോടുകൂടി കണ്ടവരായിരിക്കും. പിന്നീട് ഇതിന്റെ മാധുര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയാണിത്. നിങ്ങൾ അറിയുമോ? അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എന്തു പറഞ്ഞു? ക്രിസ്ത്യാനികൾ 71, 72 വിഭാഗമാകും. ജൂതന്മാർ 71, 72 വിഭാഗമാകും. സതഫ്തരികു ഉമ്മതി, എന്റെ ഉമ്മത്ത് എങ്ങനെ? എന്റെ ഉമ്മത്തും ഭിന്നിച്ചു പോകും. എത്ര? അലാ 73 ഫിർഖ, 73 വിഭാഗമായി പിരിയും. അടുത്ത റിപ്പോർട്ടിൽ കാണാം കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ടീം ഒഴികെ. ഇതാ പ്രമാണം. അപ്പൊ സഹാബ കിറാം റളിയല്ലാഹു അൻഹും ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന ടീം? ഒരു ഗ്രൂപ്പിന്റെ പേര് പറയല്ല, ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു ടീമിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരു നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. ശരിക്ക് കേൾക്കണം. ക്രിസ്ത്യാനികൾ 71, 72 വിഭാഗമാകും. ജൂതന്മാർ 71, 72 വിഭാഗമാകും. എന്റെ ഉമ്മത്ത് സതഫ്തരികു ഉമ്മതി അലാ 73 ഫിർഖ, 73 വിഭാഗമായി പോകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ ടീം ഒഴികെ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ആരാണ് ആ ടീം? ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രസ്ഥാനത്തിന്റെയോ സംഘടനയുടെ പേര് പറയുകയല്ല ചെയ്തത്. ഇനെന്താ പറഞ്ഞത്? മാ അന അലൈഹി അൽ യൗം വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും എങ്ങനെ ജീവിച്ചു കാണിച്ചു തന്നോ, ഇന്നേ ദിവസം വരെ ദീനായി എന്ത് പഠിപ്പിച്ചു തന്നോ അവിടെ നിന്നവർ, അവിടെ നിൽക്കുന്നവർ. അതൊന്ന് നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി നോക്ക്, അവിടെ നിൽക്കുന്നവരാരാണ് എന്ന്. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ നിങ്ങളോട്, നിരൂപണം നടത്തുന്ന കുറ്റിക്കാട്ടൂരിലെ മനുഷ്യരോട്, ഞങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുക, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് പാടില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ എവിടെയെങ്കിലും പറ്റുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് നിങ്ങൾക്കാർക്കെങ്കിലും കാണിക്കാനാകുമോ? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ദീനിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞത്, ഇതാകുന്നു ദീന് എന്ന് പറഞ്ഞത്, അതിനെതിരായി ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഖുർആനിന്റെ തെളിവില്ലാത്തത്, ഹദീസിൽ തെളിവില്ലാത്തത്, മൗലീഫ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതക്രീരിഹി, പ്രവാചകന്റെ സമ്മതം, പ്രവാചകന്റെ വാക്ക്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം, അതാണ് ജീവിതചര്യയായി ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം. അവിടുന്ന് എങ്ങനെ കൈകെട്ടി, അവിടുന്ന് എങ്ങനെ വുളുവെടുത്തു, അവിടുന്ന് എവിടേക്കാണ് നിസ്കാരത്തിൽ നോക്കിയത്, എങ്ങനെയാണ് സുജൂദ്, എങ്ങനെയാണ് റുകൂഅ്, അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ശരി, അങ്ങനെയല്ലാത്ത ഒരു നിസ്കാരം സെലഫികൾ എന്ന് പറയുന്നവർ നടത്തിയത് നിങ്ങൾക്ക് കാണിക്കാനാകുമോ? ഇങ്ങനെ ഓരോന്നോരോന്നായി പരിശോധിച്ചോളൂ. എന്നാൽ
പ്രിയപ്പെട്ടവരെ, എത്രയെത്ര ആചാരങ്ങളും അനാചാരങ്ങളുമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ഒന്നും വേണ്ട, ഈ പരിസരത്തൊക്കെ എത്രയെത്ര ജാറങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അപ്പവാണിപ നേർച്ച നടക്കുന്ന ഷെയ്ഖിന്റെ പള്ളിയിൽ ജാറമില്ലേ? ഇല്ലേ സുഹൃത്തുക്കളെ? തൊട്ടപ്പുറത്ത് മുഖദാറിലെ ഖബർസ്ഥാനിന്റെ പരിസര പ്രദേശത്തായി ഈ ഒരു ജാറമില്ലേ? അതെ, അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് പോകുമ്പോൾ, കുഞ്ഞിപ്പള്ളിയിലേക്ക് പോകുമ്പോൾ, കാസർഗോഡിലേക്ക് പോകുമ്പോൾ, അങ്ങ് മലപ്പുറം ജില്ലയിലേക്ക് പോകുമ്പോൾ, അങ്ങ് തിരുവനന്തപുരത്ത് ഭീമാ ഉമ്മാച്ച വരെയുള്ള എത്രയെത്ര ജാരങ്ങളിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു കൊടുത്തോ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഖബറിടങ്ങളെ പോയി സിയാറത്ത് നടത്തിയാൽ മതി, ഖബറാളികൾക്ക് സലാം പറയുക, ഖബറിന്റെ അടുക്കൽ നമ്മൾ ചെന്ന് നിൽക്കുക. നമുക്കതിലൂടെ കിട്ടേണ്ട രണ്ട് ഗുണങ്ങളുണ്ട്. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത. അത് നിങ്ങൾക്ക് മരണബോധം ഉണ്ടാക്കി തരും, അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കി തരും. എന്തിനാ ഖബർ സിയാറത്ത് നടത്തുന്നത്? സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന്റെ ആ ലക്ഷ്യമെന്ത് എന്ന് റസൂൽ എന്നെ പറഞ്ഞു. നിങ്ങൾക്ക് മരണബോധം ഉണ്ടാകാനാ, നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാകാനാ. ഞാൻ ചോദിക്കട്ടെ കുറ്റിക്കാട്ടൂരിലെ മനുഷ്യരോട്, നമ്മള് അപ്പവാണിപ നേർച്ചക്ക് പോയാൽ, അങ്ങ് പട്ടാമ്പി നേർച്ചക്ക് പോയാൽ, അങ്ങ് ചേറ്റുവ നേർച്ചക്ക് പോയാൽ, അങ്ങ് ഭീമാ ഉമ്മാച്ചയുടെ നേർച്ചക്ക് പോയാൽ, അല്ല ആനം വരെ നെറ്റിപ്പട്ടം കെട്ടി അങ്ങനെ വരുന്ന പല നേർച്ചകളും ഉണ്ടായിരുന്നു. ഇപ്പൊ ആനയെ കിട്ടാത്തത് കൊണ്ടാണോ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ അറിയില്ല, കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ യന്ത്ര ഊഞ്ഞാലില്ലേ അവിടെ, മരണക്കിണറില്ല അവിടെ. ഇതിന്റെ പരിസര പ്രദേശത്ത് ഒരു കൊണ്ടോട്ടി നേർച്ച വരെ നിങ്ങൾ പോയി നോക്ക്. അതിന്റെ പരിസരത്ത് യന്ത്ര ഊഞ്ഞാലും മരണക്കിണറും പട്ടിയുടെ നായയുടെ സർക്കസും ഇങ്ങനെയൊക്കെയല്ലേ അവിടെ പരിസരത്ത് നടക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയല്ലേ ആളുകൾ പോകുന്നത്. ഈ കൊണ്ടോട്ടി നേർച്ചക്ക് പോയാൽ, ഈ ചേറ്റുവ നേർച്ചക്ക് പോയാൽ, ഈ ഭീമാ ഉമ്മാച്ചയുടെ നേർച്ചക്ക് പോയാൽ മരണബോധം സംസാരിച്ചു കൊണ്ടാണോ നമ്മുടെ വാഹനത്തിലെ കുട്ടികളും നമ്മളും തിരിച്ചു വരാറുള്ളത്? ആണോ? നിങ്ങൾ ചിന്തിക്ക്. നേർച്ച ഇസ്ലാമിൽ ഉള്ളതാണ്, ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ പേരിലാണ് നേർച്ചയാക്കേണ്ടത്. ഖബറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നേർച്ചക്ക് പോയിട്ട് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടായിട്ടാണോ നമ്മൾ തിരിച്ചു വരാറുള്ളത്? നമ്മളെ കുട്ടികൾ എന്താ പറയാ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേർച്ചക്ക് പോയപ്പോ യന്ത്ര ഊഞ്ഞാലിൽ കയറിയിരുന്നു. അന്ന് 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 4 കാറായി. ഈ കൊല്ലം 3 ബൈക്കുള്ളത് 4 ബൈക്കായി. ഈ ചർച്ചയാണോ നമ്മൾ ഇസ്ലാമിൽ സിയാറത്തിന് പോയാൽ ഉണ്ടാവേണ്ടത്? ആണോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? മുത്തുനബി ലോകത്തെന്ന് വിട പറഞ്ഞു പോകുന്ന, വഫാത്തായി പോകുന്ന സമയം ഹബീബുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഐദാ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റരുത് അല്ലാ. പറഞ്ഞിട്ടുണ്ടോ? എന്നെ കേട്ടവരെ, കുറ്റിക്കാട്ടൂരിൽ എന്നെ ശ്രദ്ധിച്ചവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു നോക്ക്. ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്ത് വിഭാഗം ഒരു തസ്ഫിയ എന്ന പ്രോഗ്രാം നടത്തിയപ്പോ ശിഹാബ് ഇടക്കരയുടെ സംസാരത്തിൽ കേട്ടതാണ്, അള്ളാന്റെ റസൂല് വഫാത്തായി പോകുന്നെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടത്രേ, എന്റെ ഖബറിനെ ഒരു ഉത്സവപ്പറമ്പാക്കി കൊടുക്കരുത് അല്ലാ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനം യുഅബദ്, പടച്ചവനെ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി കൊടുക്കരുത് അല്ലാ. പറഞ്ഞിട്ടുണ്ടോ? ലഅനത്തുല്ലാ, അല്ലാഹുവിന്റെ ശാപമുണ്ട് അലൽ യഹൂദി വൻ നസ്വാറ, നസ്വാറാക്കളുടെ മേൽ, യഹൂദികളുടെ മേൽ പടച്ചവന്റെ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയവരാണ്. ആര്? നസ്വാറാക്കൾ. ക്രിസ്ത്യാനികൾക്ക് ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ, യഹൂദികൾക്ക് ഒരു നബിയുടെ ഖബർ കിട്ടിയാൽ അവിടെ പോയി സുജൂദ് ചെയ്യാൻ, അവിടെ പോയി പ്രാർത്ഥന നടത്താൻ പറ്റിയ കേന്ദ്രമാക്കും. മുസ്ലിങ്ങളോ നബിയുടെ ഖബർ തന്നെ കിട്ടണമെന്നില്ല. കേരളത്തിൽ അപ്പവാടിപ നേർച്ചയിൽ നബിയാണോ? ആണോ? അങ്ങ് കുഞ്ഞിപ്പള്ളിയിൽ നബിയാണോ? അങ്ങ് കാസർഗോഡ് നബിയാണോ? ഖബറിന്റെ തോട്ടത്തിൽ നബിമാരാണോ? ഭീമാ ഉമ്മാച്ച എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാ വരുന്നത്? മുനമ്പത്തി ബീവി എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാ വരുന്നത്? ഖബറിൽ നിന്ന് കിട്ടിയ ഒരു ബോഡി, 2 മനുഷ്യരുടെ ബോഡി കടലിൽ നിന്ന് കിട്ടിയതാ. കടലിൽ നിന്ന് കിട്ടിയതാ. 2 മനുഷ്യർ, ഒന്ന് ആണാണ് ഒന്ന് പെണ്ണാണ്. രണ്ടാളും കടലിൽ നിന്ന് മയ്യത്തായി കിട്ടിയതാ. ആണിന്റെ ശരീരം അത്ര ദ്രവിച്ചിട്ടില്ലായിരുന്നു, അവർ ഖബറടക്കി. പെണ്ണിന്റെ ശരീരം കുറച്ചുകൂടി ദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ആളെ കൂട്ടി പൈസ കൊടുത്ത് കുഴി കുടിച്ച് ഖബറാക്കി റെഡിയാക്കി വെച്ചതാണ്. പിന്നെ ഈ കടലിൽ നിന്ന് കിട്ടിയ ഈ സ്ത്രീ ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല. എവിടെ വീട് മനസ്സിലായിട്ടില്ല. എന്നിട്ട്
കുപ്പായത്തിന്റെ കൈ ഇത്ര നീളുണ്ടായിരുന്നു എന്നതാണ് ഒരു മുസ്ലിമത്തായ പെണ്ണാണ് എന്നതിന്റെ ആകെ തെളിവ്. നിങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട പേരാണ് ഫാത്തിമത്ത് സുഹ്റ. അല്ലാതെ മുനമ്പത്തി ബീവിയുടെ ഹിസ്റ്ററി ഒന്ന് ലോകത്തോട് പറയൂ. ആ കടലിൽ നിന്ന് കിട്ടിയ ബോഡി ആരുടേതാണ് എന്ന് അന്ന് ബോഡി ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടുകളോ ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളോ എവിടെയുണ്ട് അതിന്റെ ചരിത്രം? എവിടെയുണ്ട് അതിന്റെ ഹിസ്റ്ററി? അന്ന് മീറ്റിംഗ് കൂടിയിട്ട പേരാണ് ഫാത്തിമത്ത് സുഹ്റ എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി വെച്ച ആ നഫീസത്ത് മാലയിൽ അല്ലെങ്കിൽ മുനമ്പത്തി ബീവിയുടെ മാലയിൽ എന്ത് പറഞ്ഞു എന്നറിയോ? ഊരും പേരറിയില്ല. ഊരറിയില്ല എന്ന് പറഞ്ഞ നാടറിയില്ല, പേരറിയില്ല. പിന്നെ വെളിയങ്കോട്ട് ഉമ്മർഗാലി, കുഞ്ഞിമരക്കാർ, ഷഹീദർ ഇവരൊക്കെ പെറ്റ നാട്ടിലാണ് മുനമ്പത്തി ബീബി ഉള്ളത് എന്ന പോരിശയാണ് മുനമ്പത്തി ബീബിക്ക് കൊടുത്തത്. ഊരറിയില്ല, പിന്നെ പേരറിയില്ല, പിന്നെ ഇതാരപ്പ തിരിയാതെ ഇതാരാന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു മുനമ്പത്തി ബീവിയെയാണ് ഇന്നാളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളില്ലാത്ത ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് എന്ന് പോലും അറിയാത്ത, പേര് പോലും അറിയാത്ത മനുഷ്യരെ. ക്രിസ്ത്യാനികളെ കുറിച്ച് നബി എന്താ പറഞ്ഞത്? അവർക്കൊരു നബിയുടെ ഖബർ കിട്ടിയാൽ അവര് ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. യഹൂദികളെ കുറിച്ച് നബി എന്താ പറഞ്ഞത്? അവർക്കൊരു നബിയുടെ ഖബർ കിട്ടിയാൽ അവരാരാധനാ കേന്ദ്രമാക്കി മാറ്റും. അങ്ങനെ മാറ്റുമെന്നതുകൊണ്ട് ലഅനത്തുല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്. എന്നിട്ട് മുസ്ലിങ്ങളോ നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചു. അയ്യുജസ്സൽ ഖബറു, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായം അടിക്കരുത്. വഅയ്യുബ്ന അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. വഅയ്യുഖഅദ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത്. വഅയ്യുക്തബ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. സെൽഫികൾ എഴുതിയോ? ഏതെങ്കിലും ഖബറിന്റെ മേലെ 756 എഴുതിയോ? ഉമ്മാന്റെ പേരെഴുതിയോ? ജനിച്ച ഡേറ്റ് എഴുതിയോ? മരിച്ച ഡേറ്റ് എഴുതിയോ? ഞങ്ങൾക്കൊരു എഴുതിയ സ്ലാബ് ഉണ്ടാക്കാൻ പണമില്ലാത്തത് കൊണ്ടാണോ? ഞങ്ങളുടെ മുത്തു നബിയുടെ വാക്കിനെ സ്വീകരിക്കുകയാണ്. തങ്ങളായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ പിൻപറ്റുകയാണ്. അവിടുന്ന് പറഞ്ഞതാ ഖബറിന്റെ മേലെ എഴുതരുത് എന്ന്. അവിടുന്ന് പറഞ്ഞതാ ഖബറിന്റെ മേലെ കെട്ടിപ്പടുക്കരുത് എന്ന്. അവിടുന്ന് പറഞ്ഞതാ ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് എന്ന്. അവിടുന്ന് പറഞ്ഞതാ ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശരുത് എന്ന്. അവിടുത്തെ ഖബർ സഹാബത്ത് റെഡിയാക്കിയതാ. റുഫിഅ ഖബറുഹു, മുത്ത് നബിയുടെ ഖബറിന്റെ ഉയരമെന്നത്, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഉയരമെന്നത് റുഫിഅ ഖബറുഹു, നബിയുടെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നഹ്വം മിൻ ശിബർ, ഒരു ചാണോളം. ഇതൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ അധ്യാപനത്തിലുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ ഒന്ന് ചിന്തിക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആലോചിക്കാൻ വേണ്ടിയിട്ടാ. എൻ്റെ വാക്കിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നതുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ആരുടെ മുമ്പിലും പേടി കൊണ്ടോ തോറ്റത് കൊണ്ടോ അല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും ലോകരക്ഷിതാവായ റബ്ബിൻ്റെ അടുക്കലുള്ള കൂലിയാണ്. ഞങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിങ്ങളോട് വാതോരാതെ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ടാ. പടച്ചവൻ ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിലേക്ക് ആരും ചെന്നു പെടരുത് എന്ന നിലക്ക. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പടച്ചവൻ അതല്ലാത്ത പാപം ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ഗൗരവത്തോടു കൂടി ഖുർആനിൽ പഠിപ്പിച്ചത് കൊണ്ടാ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് വച്ചാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാണ് എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാ. അല്ലേ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനേക്കാൾ വമൻ നളൽ, വഴിപിഴച്ചു പോയവൻ ആരുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ ചോദിച്ചത് കൊണ്ടാ. അങ്ങനെ എത്ര ചോദ്യങ്ങളാ. എല്ലാ ദിവസവും കൈകെട്ടി നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നവരാ സമസ്തക്കാർ, സലഫികൾ, തബ്ലീഗുകാർ, ജമാഅത്തുകാർ. എന്താ പറയുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായതേട്ടം നടത്തുന്നു. എന്നിട്ട് കുട്ടിയൊന്ന് വീണ വിളിക്കും ബദിരീങ്ങളേന്ന്. അല്ലേ, നിസ്കാരം കഴിഞ്ഞ് മുസല്ല മടക്കി അലമാരയ്ക്ക് വെക്കുമ്പോൾ വല്യമാന്റെ കാലൊന്ന് വൈക്കിയാ വിളിക്കും മമ്പറത്തെ തങ്ങളേന്ന്. ഇപ്പൊ നിസ്കാരത്ത് പറഞ്ഞതോ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുള്ളൂ. ആ മുസല്ല മടക്കി അലമാരയ്ക്ക് വെക്കുമ്പോൾ കാലൊന്ന് വൈക്കി അപ്പ വിളിക്കും മമ്പറത്തെ തങ്ങളെ, ബദിരീങ്ങളെ, എൻ്റെ കാലേന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? ചിന്തിക്കണേ സാധാരണക്കാരെ, ആലോചിക്കണേ സാധാരണക്കാരെ.
എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് മുസ്ലിമേ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിഅ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. പടച്ചോനെ, നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ നീ തരുന്ന ഒന്നിനെ തടയാനോ ആരുമില്ല റബ്ബേ എന്ന് 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞ് പറയുന്നവരാ നമ്മള്. അർത്ഥം എന്താ? നീ തരുന്ന ഒന്നിനെ തടയാനോ നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാനോ ആരുമില്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ദിക്ർ ചൊല്ലുന്നവരുമാണ് മുസ്ലിങ്ങളെ നമ്മള്. എന്നിട്ടും എന്താണ് നമുക്ക് പിഴവ് സംഭവിക്കുന്നത്? എന്നിട്ടും എന്താണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്? അതുകൊണ്ട് ഖുർആൻ ചോദിച്ചു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ല പോരെ? ഞങ്ങൾ ഉറക്കെ ചോദിക്കുന്നു നിങ്ങളോട് ഈ ഖുർആനിലെ വാക്ക്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്ക് അല്ലാഹു പോരെ? എന്താ ഉത്തരം മനസ്സിൽ വരുന്നത്? അല്ല പോരാ. പടച്ചോനെ, നിന്റെ അടിമകളായി ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ ഞങ്ങൾക്ക് വേണം. അവരോട് പറയണം, അവരെ ഇടയാളന്മാരാക്കണം എന്നാണോ പറയുന്നത്? ആണോ? അല്ല പറഞ്ഞതോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം നബിയെ. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ ഞാൻ ഏറ്റവും സമീപസ്ഥനായിട്ടുണ്ട്, ഏറ്റവും അടുത്തവനായിട്ടുണ്ട്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് എല്ലാ ഏലസിൽ നിന്നും രക്ഷപ്പെട്ട്, എല്ലാ ഉറുക്ക് മന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട്, എല്ലാ തകിടുകളിൽ നിന്നും രക്ഷപ്പെട്ട്, എല്ലാ ഗൂഢോത്തരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട്, എല്ലാ സിഹറുകളിൽ നിന്നും രക്ഷപ്പെട്ട്, വിശ്വാസത്തിന്റെ കരുത്തോടുകൂടി പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി, എല്ലാം കാണുന്നവനായ, എല്ലാം കേൾക്കുന്നവനായ, ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്നവനായ, എന്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ മുമ്പിൽ പാസ്റ്റോ പ്രസന്റോ ഫ്യൂച്ചറോ ഇല്ലാത്ത, കാലങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവായ ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്ത, ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിലേക്കല്ലാതെ എന്റെ ദുആ ഞാൻ കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നത് വഴി ഞാനും നിങ്ങളും യഥാർത്ഥ മുസ്ലിമായി മാറുകയാണ്. ഇത് വാശിയുടെ പേരിൽ മാറ്റി നിർത്താതെ, വടക്കിന്റെ പേരിൽ മാറ്റി നിർത്താതെ, സംഘടനയുടെ പേരിൽ മാറ്റി നിർത്താതെ ഈ തൗഹീദിന്റെ വെളിച്ചം സ്വീകരിക്കണേ എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. സ്വീകരിക്കണേ, പഠിക്കണേ, അന്വേഷിക്കണേ, അന്വേഷണാത്മക ജീവിതത്തിന് തുടക്കം കുറിക്കണേ എന്ന് മാത്രം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തസ്ഫിയ സമ്മേളനത്തിന്റെ സമാപന സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മരിക്കുമ്പോ നമ്മുടെ കൂടെ ആരുമില്ല, നമ്മൾ ഒറ്റക്കാണ്. 6 അടി മണ്ണിൽ ചെന്ന് കിടക്കേണ്ടത്. മർ റബ്ബുക്ക് എന്ന ചോദ്യത്തിന് നമ്മൾ ഒറ്റക്കാണ് ഉത്തരം പറയേണ്ടത്. മാ ദീനുക്ക് എന്ന ചോദ്യത്തിന് നമ്മൾ ഒറ്റക്കാണ് ഉത്തരം പറയേണ്ടത്. ഏത് കൂട്ടുകാരന്മാരും നമ്മുടെ കൂടെ ഖബർ വരെ വരാം. എല്ലാവരും തിരിച്ചു പോയാലും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്, നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്, ചിലപ്പോൾ എല്ലാവരും പോയിട്ട് 5 മിനിറ്റ് അവിടെ നിൽക്കാം ഖബറിന്റെ അടുത്ത്. എന്നാലും അവനും പോകും. ഇനി അവൻ പോകാതെ അവിടെ ഇരുന്നത് കൊണ്ട് ഖബറിലുള്ള നമുക്ക് യാതൊരു പ്രയോജനവും ഒന്നുമില്ല. ശരി, അവനും വിട്ടുപോകും, അനുജനെ കൊണ്ടുപോകും. ജേട്ടന് ക്ഷീണുണ്ട്, അനുജൻ മരിച്ചിട്ട്, പക്ഷെ ജേട്ടന്റെ തോളിൽ പിടിച്ച്, ഷോൾഡറിൽ പിടിച്ച് കൊണ്ടുപോകും. നമ്മളൊറ്റക്കാണ് ഖബറില്, നമ്മളൊറ്റക്കാ. അന്ന് ഈ കൂട്ടുകാരന്മാരുടെ ഈ പളപളപ്പൊന്നും ഉണ്ടാവില്ല. ആരും നമ്മളെ ഹെൽപ്പാക്കാനുണ്ടാവില്ല, ആരും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. ആ മരണം ഇന്ന് രാത്രിയാകാം, നാളെയാകാം, വരും ദിവസങ്ങളിലാകാം. വമാ തദ്രി നഫ്സും മദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്. എപ്പോൾ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇന്ന് യാത്ര പോകേണ്ടവർ, നാളെ തിരിച്ചു വരേണ്ടവർ, വീട്ടിലേക്ക് എത്തേണ്ടവർ, ഭാര്യ വീട്ടിലെത്താൻ ഉദ്ദേശിച്ചവർ, ഭർത്താവിന്റെ വീട്ടിലെത്താൻ ഉദ്ദേശിച്ചവർ, കൂട്ടുകുടുംബത്തിലെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, എല്ലാം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ്. അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അതിനൊന്നും സാധ്യമാവാതെ കല്യാണത്തിന്റെ ദിവസം വിട പറഞ്ഞു പോയവരുണ്ട്. പുതുപെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ ആ വാഹനം അപകടത്തിൽപ്പെട്ട് ഈ ലോകം വിട്ടു പോയവരുണ്ട്. അല്ലേ? വരന്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്ക് വരൻ ബോധക്ഷയം സംഭവിച്ചു വീണ് പിന്നീട് ലോകം വിട്ടുപോയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പെട്ടെന്നുള്ള അപകട മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യകുലമേ, എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നില്ല? ഗർവും പൊങ്ങച്ചവും അഹങ്കാരവും വമ്പ് വർത്തമാനങ്ങളും എല്ലാം മാറ്റിവെച്ച് ഈ ജീവിതം ഒരു നൈമിഷികമാണ് എന്ന് മനസ്സിലാക്കി, നശ്വരതയുടെ ലോകമാണ് ഈ ലോകമെന്നറിഞ്ഞ് അനശ്വരമായ അനന്തമായ ലോകത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തണേ എന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് അവസാനിപ്പിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഫെബ്രുവരി 10, 11 തീയതികളിൽ
മലപ്പുറത്തിന്റെ മണ്ണിൽ നടക്കുന്ന ഈ യൂത്ത് കോൺഫറൻസ് എന്ന് പേരിട്ട് വിളിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിലെ 10,000-കണക്കിന് യുവാക്കളും യുവതികളും ഒരുമിച്ച് കൂടുമെന്ന് നാം വിശ്വസിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ മഹത്തായ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട്, ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.